ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 10-ാം ദിവസം, ശൂനായ സ്ഥലം മാറ്റം, ശൂനായ നോമ്പ്, സ്ഥലം മാറ്റ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പ്. സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ സ്വർഗ സംവഹനം അഥവാ മറിയത്തിന്റെ മോക്ഷക്കരേറ്റം അഥവാ ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കോസ്, തെയോത്തോക്കോസിന്റെ ദൈവവാഹകയുടെ നിദ്ര. അതിനൊരുക്കമായിട്ടുള്ള ധ്യാനത്തിലെ 10-ാം ദിവസമാണ് നമ്മൾ ഇന്ന്. ലിറ്റർജിയിലെ ഗീതങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ധ്യാനം ആരംഭിച്ചത്. നമ്മളൊരു പാട്ട്, അതിന്റെ പല സംഗതികളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് അതിന്റെ മറ്റൊരു വശം കാണാം. ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. വർഗപുറത്തൻ നീറനാം ദൂതൻ പ്രേഷിതനായി, നസ്രായപുരിയിൽ ദാവീദൻ സുതനായ എഴുവോൽ, തൻ സവിധത്തിൽ ശാന്തിപദമം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ, നിന്നിലുദിച്ചിടും മിശിക, അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് ഏറ്റവും അവസാനത്തെ ഭാഗം, നിന്നിലുദിച്ചിടും മിശിക, അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. അപ്പോൾ മറിയത്തിലുദിച്ചിടും മിശിക, അവളിലുദിച്ചൊരു ദേവേശ. ആ ദേവേശ്വരോടാണ് പ്രാർത്ഥന. കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നത് മറിയത്തിലുദിച്ച മിശിക, മറിയത്തിലുദിച്ച ദേവനോടാണ്, ദൈവത്തോട്, ദൈവപുത്രൻ. ദേവേശ എന്ന് നമ്മൾ കാവ്യാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ദേവൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഈ ഗീതത്തില് നിന്നുലുദിച്ചിടും മിശിക, അവളിലുദിച്ചൊരു ദേവേശ, 2 പ്രാവശ്യമാണ് ഉദയം ചെയ്യുക, ഉദിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദിക്കുക, നിന്നുലുദിച്ചിടും മിശിക, അവളിലുദിച്ചൊരു മിശിക. ഈ ഉദയം ചെയ്യുക, കനികാമരത്തിൽ ഉദയം ചെയ്യുകയാണ്. ദൈവം അവളിൽ ഉദിക്കുകയാണ് എന്നാണ് ഈ ഉദയം ചെയ്യുക എന്ന വാക്കുകൂടെ ഉപയോഗിക്കാൻ കാരണം. സക്കറിയായുടെ പ്രവചനത്തില് 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: മഹാപുരോഹിതനായ യേശുവ, നീയും നിന്റെ മുമ്പിലിരിക്കുന്നവരും വിസ്മയനീയമായ ലക്ഷണമുള്ളവരുമായ നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. നോക്കൂ, എന്റെ ദാസനായ മുള എന്നയാളെ ഞാൻ വരുത്തും. എന്റെ ദാസനായ മുള എന്നയാളെ ഞാൻ വരുത്തും. അങ്ങനെയാണ് ഹീബ്രു പാഠത്തിൽ കിടക്കണേ. എന്നാൽ ഇതിന്റെ ഗ്രീക്ക് സെപ്തുജിന്ത് പരിഭാഷയില്, ആ ഗ്രീക്ക് സെപ്തുജിന്താണ് ആദിമസഭയുടെ ബൈബിള്. അതിൽ കിടക്കുന്നത് എന്റെ ദാസനായ മുള എന്നല്ല, എന്റെ ദാസനായ പൗരസ്ത്യൻ എന്നാണ്. എന്റെ ദാസനായ മുള എന്നതിന് പകരം ഗ്രീക്ക് തർജ്ജമയില്, പാഠാന്തരത്തില് എന്റെ ദാസനായ പൗരസ്ത്യൻ എന്നാണ്. ഐ വിൽ ബ്രിങ് ഫോർത്ത് മൈ സെർവന്റ് ദ ഓറിയന്റ്. ദ ഓറിയന്റ് ക്യാപിറ്റൽ അക്ഷരത്തിലാണ് എഴുതുക. ഐ വിൽ ബ്രിങ് ഫോർത്ത് മൈ സെർവന്റ് ദ ഓറിയന്റ്. എന്റെ ദാസനായ പൗരസ്ത്യനെ ഞാൻ വരുത്തും. ഗ്രീക്കില് അനാറ്റോളെ എന്നാണ് ആ വാക്ക്, ദ ഓറിയന്റ്. അതിന് പൗരസ്ത്യൻ, കിഴക്കൻ, ഉദയത്തിലുള്ളവൻ എന്നൊക്കെ അർത്ഥം. അപ്പോ എന്റെ ദാസനായ കിഴക്കനെ ഞാൻ വരുത്തും. എന്റെ ദാസനായ കിഴക്കനെ, എന്റെ ദാസനായ പൗരസ്ത്യനെ, എന്റെ ദാസനായ ഉദയത്തിലുള്ളവനെ. അനാറ്റോളെ എന്ന് പറഞ്ഞാൽ ഉദയത്തിൽ എന്നാണ്. അപ്പോൾ എന്റെ ദാസനായ പൗരസ്ത്യനെ ഞാൻ വരുത്തുമെന്നാണ്. എന്റെ ദാസനായ മുള എന്ന ഹീബ്രുവില്, ഗ്രീക്കിലായപ്പോൾ എന്റെ ദാസനായ പൗരസ്ത്യൻ. ലത്തീൻ വുൾഗാത്തയിലും ഓറിയന്തം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓറിയന്റൽ സഭകൾ എന്ന് പറയില്ലേ, പൗരസ്ത്യ സഭകള്. ഓറിയന്തം, കിഴക്ക്. അതായത് ഒരാളുടെ പേരായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൗരസ്ത്യൻ, കിഴക്കൻ, ഉദയത്തിലുള്ളവൻ. അപ്പോൾ പിന്നെ ദൂവേറേംസ് തർജ്ജമയുണ്ട് ഗ്രീക്കിന്റെ. ഐ വിൽ ബ്രിങ് മൈ സെർവന്റ് ദ ഓറിയന്റ്. മൈ സെർവന്റ് ദ ഓറിയന്റ് എന്നുള്ളത് മൊത്തം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത് ദൂവേറേംസിലെ. യഹൂദരുടെ ലിറ്റർജിയില്, ഈ സക്കറിയായുടെ പാഠം യഹൂദരുടെ ലിറ്റർജിയില് മിശിഹായ്ക്കുള്ള ശീർഷകമായി ഉപയോഗിച്ചിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ തെളിവുണ്ട്. ലൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം 1:78 ഈ സക്കറിയ പാടിയ പാട്ട് ഓർക്കണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും നമ്മുടെ കാലുകളെ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നടത്താനും വേണ്ടി തന്നെ. നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു, ഉയരത്തിൽ നിന്നുള്ള ഉദയം. അങ്ങനെയാണ് ലൂക്ക 1:78. അതായത് സക്കറിയ 3:8 യഹൂദരുടെ ലിറ്റർജിയിൽ പാട്ടായിട്ട് പാടിയിരുന്ന തെളിവാണ് സക്കറിയ പുരോഹിതന്റെ ഈ പാട്ട്. ദൈവത്തിൽ നിന്നുള്ള ഉദയ നക്ഷത്രമാണ് മിശിഹായുഗത്തിന് ആരംഭം കുറിക്കുക എന്നും ഇതിൽ സൂചനയുണ്ട്. അതുകൊണ്ടാണ് അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടപ്പോൾ ജ്ഞാനികള്, നമ്മൾ പൂജരാജാക്കന്മാർ എന്ന് വിളിക്കുന്ന ജ്ഞാനികള് മിശിഹായെ കാണാൻ വേണ്ടി ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചത്.
ദൈവത്തിൽ നിന്നുള്ള ഉദയ നക്ഷത്രമാണ് മിശിഹ യുഗത്തിന് ആരംഭം കുറിക്കുക. അപ്പൊ ഇതിനെയാണ് ഈ ഉദയം അല്ലെങ്കിൽ ഇല്ലേ എന്റെ ദാസനായ പൗരസ്ത്യൻ, എന്റെ ദാസനായ ഉയരത്തിൽ നിന്നുള്ള ഉദയം, അതൊക്കെ ഉദ്ദേശിക്കുന്നത് മിശിഹായാണ്. ആ മിശിഹ ഉദിച്ചത് ഇല്ലേ മറിയത്തിലാണ് ഈ ഉദയം ഉണ്ടായത്. ധനക എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ധനക എന്നതിന് പ്രത്യക്ഷപ്പെടൽ ഇല്ലേ, അങ്ങനെ ഒരു അർത്ഥം നമ്മൾ പറയും. പ്രത്യക്ഷീകരണ തിരുനാള്, എപ്പിഫനി, തെയോഫനി എന്ന് ചിലപ്പോൾ പറയും, ദിവ്യ വെളിപാട്. ഈ ധനക തിരുനാളിന് നമ്മൾ ലത്തീൻ സഭയിലാണെങ്കിൽ പൂജരാജക്കന്മാര് അല്ലെങ്കിൽ ജ്ഞാനികള് കർത്താവിനെ സന്ദർശിച്ചതാണ് ഇല്ലേ, പുറജാതിക്കാർക്ക് വെളിപ്പെട്ടു എന്നുള്ളതാണ്. പൗരത്വ സഭകളില് മാമോദീസയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ലോകത്തിന് വെളിപ്പെടുകയാണ്. അപ്പോ ജ്ഞാനികൾക്ക് മിശിഹ വെളിപ്പെടുന്നു, അതാണ് ലത്തീൻ സഭയില്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ലോകത്തിന് മുഴുവൻ വെളിപ്പെടുകയാണ് മാമോദീസ വേളയില്. അതുകൊണ്ട് ധനക തിരുനാളിന് വേദവായനയായിട്ട് ഉപയോഗിക്കുന്നത് പൗരത്വ സഭകളിലെ ഈശോയുടെ മാമോദീസ കഴിഞ്ഞുള്ള ആ തെയോഫണിയാണ്. പാശ്ചാത്യ സഭയില് ഈ ജ്ഞാനികളുടെ വരവുമാണ്. രണ്ടും വെളിപാടുകൾ തന്നെ. രണ്ടും പരസ്പര വിരുദ്ധമല്ല, പൂരകമാണ്, ഒന്നൊന്നിനെ പൂരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ധനക എന്ന് പറയുന്നത് വെളിപാടാണ്, പ്രത്യക്ഷപ്പെടലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് ആരാണ് താൻ, ആരാണ് തന്റെ സ്വത്വം എന്തെന്ന് വെളിപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ ഇതാണ് ഉദയം ചെയ്യല്. ഈ ധനക ആദ്യം സംഭവിച്ചത് പൂജരാജക്കന്മാർക്കോ അല്ലെങ്കിൽ മാമോദീസ വേളയിലോ അല്ല, മറിയത്തിലാണ് എന്നാണ് ഈ കീർത്തനം പറയണേ. നിന്നിലുദിച്ചൊരു മിശിഹ, അവളിലുദിച്ചൊരു ദേവേശ. മറിയത്തിലാണ് ആദ്യം ധനക ഉണ്ടായത്. മറിയത്തിലാണ് ആദ്യം ഈ ഉദയം ചെയ്യുന്നത്. ദൈവത്തിന്റെ വെളിപാട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മറിയത്തിലാണ്. അതാണ് ഈ പാട്ട് പറഞ്ഞത്. വളരെ ശരിയല്ലേ? ധനക എന്ന വാക്കിന് വേറെ രണ്ടർത്ഥം കൂടിയുണ്ട്. ജീവൻ പ്രാപിക്കുക എന്നൊരർത്ഥമുണ്ട് അല്ലേ, ജീവൻ ഉരുവാകുക, ടേക്ക് എ ബർത്ത് അല്ലെ, ബെയർ എ സൺ എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ ഉരുവാകുക, പിന്നെ ഗിഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. ഈ രണ്ടർത്ഥമുണ്ട് ധനകയ്ക്ക്. ജീവൻ പ്രാപിക്കുക, ജീവൻ ഉരുവാകുക ഗർഭത്തില്, അതുപോലെ പുറത്തേക്ക് വരിക. ധനക എന്ന വാക്കിന് പുറത്തേക്ക് വരിക, പുറത്തേക്ക് വെളിപ്പെടുക എന്നൊക്കെ അർത്ഥം. അത് പ്രസവമാണ്. അപ്പോൾ മറിയത്തിൽ ഈശോ ദൈവം മനുഷ്യനായി ഉരുവാകുന്നത് ഒരു ധനകയാണ്. കാരണം ധനക എന്ന വാക്കിന് ജീവൻ പ്രാപിക്കുക, ജീവൻ ഉരുവാകുക, ഗർഭം ധരിക്കുന്ന ഒരർത്ഥമുണ്ട്. ധനക എന്ന വാക്കിന് പുറത്തേക്ക് വരിക, പുറത്തേക്ക് വെളിപ്പെടുക എന്നും അർത്ഥമുണ്ട്. മറിയത്തിൽ ഇതെല്ലാം കൂടി സംഭവിക്കുകയാണ്. പ്രത്യക്ഷപ്പെടലും വെളിപാടും ഗർഭം ധരിക്കലും പ്രസവവും ധനകയുടെ സകല ചക്രവാളങ്ങളും മറിയത്തിലാണ് ഏറ്റവും നന്നായിട്ട് സംഭവിക്കുന്നത്. മറിയത്തിൽ സംഭവിക്കുന്ന കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാനൊരു ഒരു സംഭവം പറയാം. പോൾ ആറാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, കാൾബാർത്തിന്റെ എല്ലാ രചനകളും ഞാൻ വായിച്ചിട്ടുണ്ട്. കാൾബാർത്ത് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോൾ ആറാമൻ മാർപ്പാപ്പ പറയാണ്, കാൾബാർത്തിന്റെ എല്ലാ രചനകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ബെനഡിക്ട് മാർപ്പാപ്പയ്ക്കാകുന്നതിന് മുമ്പ്, വിശ്വാസ സംഘത്തിന്റെ തലവനാകുന്നതിന് മുമ്പ് ജർമ്മനിയിലെ പ്രൊഫസറായിരുന്നു. അങ്ങൊരു ഈ ജോസഫ് റാറ്റ്സിംഗർ, ബെനഡിക്ട് 16 ജർമ്മനിയിൽ പ്രൊഫസറായിരിക്കുന്ന കാലത്തൊക്കെ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് കുട്ടികളെയും കൊണ്ടുപോകും. എന്തിനെന്നറിയോ? ഈ കാൾബാർത്തിനെ കാണാൻ. ജർമ്മനിയിൽ റാറ്റ്സിംഗർ പ്രൊഫസറായിരിക്കുമ്പോൾ കുട്ടികളെയും കൊണ്ട് കാൾബാർത്തിനെ കാണാൻ പോകും. അത്ര വലിയ പ്രൊഫസറാണ് ഈ കാൾബാർത്ത് പറഞ്ഞ ആള്. രണ്ടാം വത്തിക്കാൻ സൂനോദസിന്റെ ഒരു ഡോക്യുമെന്റ് ഈ ജോസഫ് റാറ്റ്സിംഗറും പിന്നെ കരോൾ വോയ്റ്റിവിയും ഒരുമിച്ച് ചേർന്ന് എഴുതിയതാണ്. ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്ട് 16, കരോൾ വോയ്റ്റിവ ജോൺ പോൾ 2 രണ്ടുപേരും മാർപ്പാപ്പമാരായി. അവർ രണ്ടുപേരും ചേർന്നാണ് ഒരു ഡോക്യുമെന്റ്, രണ്ടാം വത്തിക്കാൻ സൂനോദസിന്റെ ഒരു ഡോക്യുമെന്റ് എഴുതിയത്. ആ ഡോക്യുമെന്റ് അവർ എഴുതുമ്പോൾ ഇവര് കാൾബാർത്തിന്റെ എല്ലാ രചനകളും ചർച്ച ചെയ്തിരുന്നു, വായിച്ച് നോട്ടെടുത്തിരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ ഒന്നായ രണ്ടാം വത്തിക്കാൻ സൂനോദസിന്റെ ഡോക്യുമെന്റ് എഴുതുമ്പോൾ ജോസഫ് റാറ്റ്സിംഗറും കരോൾ വോയ്റ്റിവയും കൺസൾട്ട് ചെയ്തിരുന്ന പുസ്തകങ്ങളിലൊന്ന് കാൾബാർത്തിന്റെ രചനകളാണ്. അപ്പൊ നോക്കിയാൽ കരോൾ വോയ്റ്റിവയും പിന്നെ ജോസഫ് റാറ്റ്സിംഗറും രണ്ടുപേരും ഈ കാൾബാർത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച രണ്ടുപേരും മാർപ്പാപ്പമാരായി. അപ്പൊ ഞാനും ഈ കാൾബാർത്തിന്റെ എല്ലാ രചനകളും വായിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. മാർപ്പാപ്പയാൻ ചാൻസ് കിട്ടിയാലോ? എനിവേ, 3 മാർപ്പാപ്പമാര്, പോൾ 6, ജോൺ പോൾ 2, ബെനഡിക്ട് 16 3 പേരും ഈ കാൾബാർത്തിന്റെ രചനകൾ വായിക്കുകയോ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹം വളരെ വലിയ ആളായിരിക്കണമല്ലോ ഈ കാൾബാർത്ത്.
അങ്ങനെയാണ് ഈ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞൻ. പ്രോട്ടസ്റ്റന്റുകാരനാണെങ്കിലും കത്തോലിക്കർ വായിക്കും, കത്തോലിക്കർ അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവരിൽ നിന്നൊക്കെ. ഈ കാൾബാർത്ത് പറയാണ്, ഈശോയുടെ ജീവിതത്തിൽ ദൈവപിതാവ് നേരിട്ട് ഇടപെട്ട രണ്ടേ രണ്ട് നിമിഷങ്ങളേ ഉള്ളൂ. ഒന്ന് മനുഷ്യാവതാരം, മറ്റൊന്ന് തിരുവുത്ഥാനം. ദൈവപിതാവ് പുത്രൻ തമ്പുരാന്റെ ജീവിതത്തിൽ, മാനുഷിക ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ട രണ്ടേ രണ്ട് നിമിഷങ്ങളേ ഉള്ളൂ. ഒന്ന് മനുഷ്യാവതാരം, മറ്റൊന്ന് തിരുവുത്ഥാനം. അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ അദ്ദേഹം പറയാണ്, മനുഷ്യ ചരിത്രത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട, മനുഷ്യ ചരിത്രത്തിൽ പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞിട്ട് മനുഷ്യ ചരിത്രത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട രണ്ട് നിമിഷങ്ങളാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരവും തിരുവുത്ഥാനവും. അതൊരു രണ്ട് മഹാസംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനോ ഊഹിക്കാൻ പറ്റുന്നതിനോ അപ്പുറത്തുള്ളൊരു മഹാസംഭവമാണ് മനുഷ്യാവതാരം. അത് നടക്കുന്നത് ഈ ഗബ്രിയേൽ മാലാഖയെ ദൈവം അയച്ചു മറിയത്തിന്റെ അടുക്കല്. ദൈവപിതാവ് ഗബ്രിയേൽ മാലാഖയെ അയച്ചു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നമ്മൾ ഇന്നലെ അതേക്കുറിച്ച് കണ്ടു. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരും. ദൈവപിതാവ് ഗബ്രിയേൽ മാലാഖയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു, അല്ലെ, അയച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ മറിയത്തിന്റെ മേൽ ദേഹരൂപത്തിൽ വരുന്നു. പുത്രൻ തമ്പുരാൻ അവളുടെ ഗർഭത്തിൽ ഉരുവാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് പേരും പ്രത്യക്ഷപ്പെടുകയാണ്, വെളിപ്പെടുകയാണ് മറിയത്തിലെ ഒരേ സമയത്ത്. ദൈവപിതാവും പരിശുദ്ധാത്മാവും പുത്രൻ തമ്പുരാനും. ഇതാണ് ശരിക്കുള്ള ധനഹ എന്ന് പറയുന്നത്. അവളിൽ ഉദിച്ച ഉദയം, അവളിൽ ഉദിച്ച ദേവേശ, അവളിൽ ഉദയം ചെയ്ത ദ ഓറിയന്റ്, പൗരസ്ത്യൻ, കിഴക്കൻ. മാമോദിസ സ്വീകരിച്ചിട്ട് ആ വെള്ളത്തിന് കയറിയിട്ടുള്ള ആ തെയോഫണിയിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പിതാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ഇറങ്ങി വരുന്നു, പുത്രൻ അവിടെ നിൽക്കുന്നു. അപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാമോദിസയുടെ വേളയിൽ സന്നിഹിതമാകുന്നു. അതുപോലെ തന്നെ മറിയത്തിനടുക്കലും ഈ പരിശുദ്ധ തൃത്വം സന്നിഹിതമാണ് മനുഷ്യാവതാരം നടക്കുമ്പോൾ. അതായത് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വളരെ വലിയൊരു സംഭവമാണ് മനുഷ്യാവതാരം. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല. പക്ഷേ ദൈവം മനുഷ്യനാകാൻ മറിയം എന്ന പെൺകുട്ടിയുടെ അനുവാദം വേണമായിരുന്നു. ഇതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലുതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ആ മനുഷ്യാവതാരം നടക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മറിയത്തിൽ സന്നിഹിതമാണ്. അവളിൽ ഉദിച്ച മിശിഹ, ആ ഉദയമാണ് കിഴക്കൻ, പൗരസ്ത്യൻ, ഉയരത്തിൽ നിന്നുള്ള ഉദയം. അത് വന്നത് മറിയത്തിലൂടെയാണ്. മറിയം സമ്മതം കൊടുത്തത് കൊണ്ടാണ്. ഇത് മറിയത്തിന്റെ കാര്യത്തിൽ. ഇത് നമ്മുടെ കാര്യത്തിലും വളരെ പ്രസക്തമാണ്. നമ്മൾ മറിയത്തിന്റെ മക്കളാണല്ലോ. മത്തായിയുടെ സുവിശേഷം 28:19 എന്താ പറയുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുന്നതാണ്. നാമത്തിൽ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. അങ്ങനെയല്ല വേണ്ടത്, നാമത്തിലേക്ക് എന്ന് തന്നെയാണ്. ഒരു മൂവ്മെന്റ് ഉണ്ട്. നാമത്തിലേക്ക്, നാമങ്ങളിലേക്ക് എന്നില്ല. ഒരു നാമേ ഉള്ളൂ. യാഹ്വേ എന്നാണ് നാമം എന്ന് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തി. പുതിയ നിയമത്തിൽ അത് പറയുന്ന ഒരാളാണ് യേശു എന്ന് പറഞ്ഞ ആളാണ് ദൈവത്തിന്റെ നാമം. അപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമായിരിക്കുന്ന യേശു എന്ന ആളിലേക്ക് ആണ് സ്നാനപ്പെടണേ. വെള്ളത്തിലേക്കല്ല സ്നാനം, ആളിലേക്കാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഉത്ഥിതന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസിലേക്ക് കൈവച്ചതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഉത്ഥിതന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും മാമോദീസയിലും കൂദാശയിലും ഒട്ടിച്ച് ചേർക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞ മാമോദീസ. പ്രാരംഭ കൂദാശയിൽ ഒരുമിച്ച് കൊടുക്കണമെന്ന് പറയുന്ന അർത്ഥം അത് തന്നെയാണ്. അപ്പോൾ മറിയത്തിൽ സംഭവിച്ച ആ ഉദയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലേക്കാണ് നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത്, ഉൾച്ചേർക്കപ്പെടുന്നത്. പരിശുദ്ധ തൃത്വത്തിന്റെ മടിത്തട്ടിലേക്കാണ് നമ്മൾ ഉൾച്ചേർക്കുന്നത്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അത്ര വലിയ സത്യമാണിത്. വലിയ സത്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെ ഒരു സത്യമാണിത്. പക്ഷെ നമ്മൾ പിന്നെയും ധ്യാനിക്കുമ്പോൾ ഈ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ വരും. ഈ ഉത്ഥാനം അംഗീകരിക്കാൻ സ്ലീഹന്മാർ ഒരുപാട് പാടുപെട്ടു. കാരണം ഇതപര്യന്തം ഉണ്ടാകാത്തൊരു സംഭവമാണ് അവർ കണ്ടത്. ഇതുപോലെ ഇതപര്യന്തം ഉണ്ടാകാത്തൊരു സംഗതിയാണ് നമ്മൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനിച്ച് വേണം അതുമായിട്ട് നമുക്കൊന്ന് അത് അംഗീകരിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ. അങ്ങനെ നമുക്ക് കഴിയട്ടെ. അപ്പോൾ മറിയത്തിൽ ഈ ഉദയം സംഭവിച്ചതുപോലെ, അവളിൽ നിന്ന് മിശിഹ ഉദിച്ചതുപോലെ നമ്മിൽ നിന്നും മിശിഹ ഉദിക്കുകയും മറ്റുള്ളവർ ആ മിശിഹയെ അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അവനിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതം പറയുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും.
ക്രിസ്തുവിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകിയതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അങ്ങനെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. അങ്ങനെ കിട്ടട്ടെ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ ഉറവിടമായിട്ട് മാറും. ഒന്നാമത്തെ ഉറവിടം ഈശോ ഇല്ലേ, ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരുന്നു. രണ്ടാമത്തെ ഉറവിടം എന്ന് പറയുന്നത് വിശ്വാസികളാണ്. ദ സെക്കൻഡറി സോഴ്സ് ഓഫ് ദ ലിവിംഗ് വാട്ടർ. അപ്പൊ നമുക്ക് എത്ര വലിയൊരു സ്ഥാനമാണ്, പദവിയാണ് കർത്താവ് തരുന്നത്. കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് കൊണ്ട് നമ്മിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വരെ പറയണേ. അവനിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലേഖനം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമ്മിൽ നിന്ന് അങ്ങനെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ഒഴുകി മറ്റുള്ളവരേക്ക് വ്യാപിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 11-ാം ദിവസം, ശൂനായ നോമ്പ് 11-ാം ദിവസം. വർഗപ്പുറത്തന്നീറനാം ദൂതൻ പ്രത്യക്ഷനായി നസ്രായപുരിയിൽ ദാവീദൻ സുതനായ എഴുപോൽ തൻ സവിധത്തിൽ ശാന്തിപദമാം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ നിന്നിലുദിച്ചിടം മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. ഇതിലെ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിൽ ചർച്ച ചെയ്യാത്തൊരു വാക്കെടുക്കാം. നാഥൻ നിന്നിൽ. നാഥൻ നിന്നിൽ. ഈ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കാണ് നാഥൻ നിന്നിൽ. നാഥൻ പ്രഭു, കർത്താവ്, ക്യൂരിയോസ് എന്ന ഗ്രീക്കില്, യാഹ്വേ എന്ന ഹീബ്രുവില്. ദൈവമാണത്, ദൈവമായ കർത്താവ്. ദൈവമായ കർത്താവ് നിന്നിൽ, മറിയത്തിന്റെ ഗർഭത്തിൽ എന്നർത്ഥം. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നുണ്ട്, കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ. ലളിതമായ ആശംസ ഈ ബൈബിളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. റൂത്തിന്റെ പുസ്തകം 2:4 കാണാം. എന്നാൽ ദൈവം നേരിട്ടയച്ച ഗബ്രിയേൽ മാലാഖ അത് മറിയത്തോട് പറയുമ്പോൾ അതിന് സവിശേഷമായ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട്. രക്ഷകനായ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ മറിയം ഒരു സവിശേഷ വ്യക്തിയാണ്. രക്ഷകനായ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് മറിയം. മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും നിവൃത്തിയാക്കാനും ദൈവം മറിയത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം. ഏത്? കർത്താവ് നിന്നോട് കൂടെ. അതിനാൽ കർത്താവ് അവളുടെ കൂടെയുണ്ട്. ഇതാണ് ഒരർത്ഥം, കർത്താവ് നിന്നോട് കൂടെ. എന്നിട്ട് പറയാണ്, നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ ലക്ഷ്യം മറിയമായിരുന്നുവെന്ന് മുൻപ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ടുണ്ട് 1:28. ആ ദൂതൻ പറയാണ്, ആ കൃപയുടെ സവിശേഷ ലക്ഷ്യം എന്താണ്? ഒരു സവിശേഷ ലക്ഷ്യം എന്താണ്? ദൈവപുത്രന്, ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കുക. ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കുക. അതിനാണ് മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നത്. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് മറിയം. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നത് ദൈവം തന്നെയായ പുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ആ കൃപയുടെ ലക്ഷ്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ നിന്നോടുകൂടെ എന്ന അർത്ഥമുണ്ടല്ലോ, ഈ കർത്താവ് നിന്നോടുകൂടെ, അതിന് കുറച്ചുകൂടി ഇച്ചിരി കൂടി ഒരു ആഴപ്പെട്ട അർത്ഥമുണ്ട്. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണമെന്ന് ഗബ്രിയേൽ മാലാഖ 1:31 ലൂക്കാസ് 1:31 പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഈ നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ഗർഭം ധരിച്ച്, അത് മനസ്സിലാക്കാൻ ആദ്യം പറഞ്ഞ വാക്ക് ഇല്ലേ, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് ആദ്യം പറഞ്ഞ വാക്ക് ഹൈറ എന്നാണ്. നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യുന്നു. ഹൈറ എന്നാണ് ഗ്രീക്കില്. ആനന്ദിച്ചാലും എന്നാണ് അതിന്റെ അർത്ഥം. നിരവധിയായ സൂചനകളുണ്ട്. നമുക്കതിന്റെ എല്ലാ അർത്ഥത്തിലേക്കും നമ്മൾ പോകുന്നില്ല. ഈ വാക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ബൈബിളിലെ പഴയ നിയമത്തിൽ എടുത്തിരിക്കുന്നതാണ്. സഫാനിയയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, സിയോൻ പുത്രി ആനന്ദിച്ചാലും. ഹൈറ എന്ന വാക്കിന് ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം. സ്വസ്തി എന്ന് നമ്മൾ തർജ്ജമ ചെയ്താലും ആനന്ദിച്ചാലും എന്നാണ് അർത്ഥം ഹൈറ. ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റ് പല വാക്കുകളുടെയും അർത്ഥം സന്നിവേശിപ്പിച്ചിട്ടാണ് സ്വസ്തി എന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വസ്തി എന്ന വാക്ക് തെറ്റൊന്നുമല്ല. പക്ഷേ ഹൈറ എന്ന വാക്കിന് പല അർത്ഥങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട അർത്ഥമാണ് ആനന്ദിച്ചാലും. സിയോൻ പുത്രി ആനന്ദിച്ചാലും, ഇസ്രായേൽ ആർത്ത് വിളിച്ചാലും, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സഫാനിയ 3:14-17. സിയോൻ പുത്രിക്ക് ആനന്ദിക്കാനുള്ള സത്താപരമായ കാരണം പറഞ്ഞിരിക്കുന്ന എന്താണ്? കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സഫാനിയ 3:15-3:17 കാണാതെ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്.
ഈ പ്രവാചകന്മാര് സിയോൻ പുത്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമ്മയായ ജെറൂസലം എന്നാണ്. അമ്മയായ ജെറൂസലം, അവളുടെ വിശ്വസ്തരായ മക്കൾ മിശിഹ യുഗത്തിൽ ആനന്ദിക്കുമെന്നാണ് അന്നത്തെ അർത്ഥം. എന്നാൽ കർത്താവ് അവരുടെ ഇടയിൽ പാർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് എന്നത് ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ അവൻ നിന്റെ ഉദരത്തിലുണ്ട് എന്നാണ്. അവൻ നിന്റെ ഉദരത്തിലുണ്ട്, അവൻ നിന്റെ ഉദരത്തിലുണ്ട്, നിന്റെ ഗർഭത്തിലുണ്ട്. ഉടമ്പടിയുടെ പേടകത്തിൽ കർത്താവ് വസിക്കുന്നതിനെയാണ് അന്ന് ഉദ്ദേശിച്ചത്. ഉടമ്പടിയുടെ പേടകം ഇല്ല, പേടകത്തിന് 3 കമ്പാർട്ട്മെന്റ്. ആ കമ്പാർട്ട്മെന്റിൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു സ്വർണ്ണ കലശത്തിൽ മന്ന, നടുക്ക് അഹറോന്റെ തളിർത്ത പടി, ഇപ്പുറത്ത് 2 കല്ലുകള്, ദൈവപ്രമാണങ്ങൾ ഇത് 2 കല്ലുകള്, അതിന്റെ മുകളില് കെരൂബുകള്. ആ കെരൂബുകളുടെ ചിറങ്ങനെ മുട്ടുന്നതിന്റെ ആ മുട്ടുന്ന അവിടെയാണ് ദൈവം എഴുന്നള്ളിരിക്കുന്ന കൃപാസനം. അപ്പോ ദൈവം ഇസ്രായേലിന്റെ മധ്യത്തിലുണ്ട് എന്ന് വെച്ചാൽ ഉടമ്പടി പേടകത്തിനുള്ളിലുണ്ട്. അതിനാണ് നിന്റെ ഇടയിൽ, നിന്റെ ഗർഭത്തിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം അതാണ്. പക്ഷെ അന്ന് അതൊരു നിഴൽ രൂപത്തിലാണ്. ദൈവം ഒരു നിഴൽ രൂപത്തിലാണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രകാശത്തിന്റെ രൂപത്തിൽ മാത്രമാണ് പഴയ നിയമത്തിൽ ഈ കെരൂബുകളുടെ മുകളിൽ വാഴുന്ന കൃപാസനമായിട്ടുള്ളത്. ഇപ്പോൾ ആ വാക്കുകൾ എടുത്തിട്ട് പറയാണ്, ഇപ്പോൾ ഇസ്രായേലിന്റെ ഉദരത്തിലുണ്ടെന്ന് അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ പേടത്തിലുണ്ടെന്ന് കരുതപ്പെട്ട കർത്താവ് ഇപ്പോൾ മനുഷ്യരൂപം സ്വീകരിച്ച് മറിയത്തിന്റെ ഗർഭത്തിലുണ്ടെന്നായി. നിന്റെ ഉദരത്തിൽ കർത്താവിനെ ഗർഭം ധരിച്ചിരിക്കുന്നു, ഗർഭം ധരിക്കും. അതായത് നീ എപ്പോ സമ്മതം നൽകുന്നുവോ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന നിമിഷത്തിൽ നാഥൻ നിന്നിലുണ്ടാകും. നാഥൻ നിന്നിൽ അതായത് ദൈവം മനുഷ്യനായി നിന്നിൽ ഉരുവാകും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധാത്മ ശക്തി കൊണ്ടുള്ള ദൈവം തന്നെയായ പുത്രനെ. അതുകൊണ്ടാണ് നീ യേശു എന്ന് പേരിടേണ്ടത്. നീ നിന്റെ ഉദരത്തിൽ, നിന്റെ ഗർഭത്തിൽ കർത്താവിന് ഗർഭം ധരിക്കും. നാഥൻ നിന്നിൽ. എന്തൊരു രസകരമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ എന്തൊരു ആഴമേറിയ വ്യാഖ്യാനമാണ്. സിയോൻ പുത്രിയായി മറിയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമതായി മിശിഹായുടെ കന്യകയായ അമ്മയായി മറിയം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായ രീതിയിൽ അവളിൽ സിയോൻ പുത്രിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, പ്രവചനങ്ങൾ നിറവേറിയിരിക്കുന്നു. ദൈവം സത്യമായും കുടികൊള്ളുന്ന സ്ഥലമായ ഉടമ്പടിയുടെ പേടകമായിട്ട് മറിയം മാറുന്നു. പഴയ നിയമത്തിലെ പോലെ ഒരു നിഴൽ രൂപത്തിലല്ല, ശരിക്കും കർത്താവ് അവളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കുള്ള ഉടമ്പടിയുടെ പേടകം മറിയമാണ്. ശരിക്കുള്ള ഉടമ്പടിയുടെ, ജീവനുള്ള ഉടമ്പടിയുടെ പേടകം മറിയമാണ്. അങ്ങനെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും ഭാഗ്യവതി മറിയം തന്നെയാണ്. അപ്പോൾ മറിയം, നാഥൻ നിന്നിൽ. നാഥൻ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു യാഹ്വേ, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ കർത്താവ്, പ്രഭു എന്നൊക്കെയാണ്. അപ്പോൾ നാഥൻ നിന്നിൽ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, അവളുടെ ഗർഭത്തിൽ, മറിയത്തിന്റെ ഗർഭത്തിൽ. ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്കുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 1:23 കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ള പ്രവചനം പറഞ്ഞിട്ട് പറയാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഇമ്മാനു വിത്താസ്, ഏൽ ഗോഡ് വിത്തസ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്തസ്, ദൈവം നമ്മോടുകൂടെ. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ, ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ 28-20 ഏറ്റവും അവസാനത്തെ വാക്യം ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു സന്ദേശമാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇമ്മാനുവേൽ, ഞാൻ നിങ്ങളോട് കൂടെ. ഞാൻ എന്ന് പറഞ്ഞാൽ യാഹ്വേ, ഏൽ, ദൈവം നമ്മോട് കൂടെ. ആ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന ഈശോ ലോകാവസാനം വരെ നിങ്ങളോട് കൂടി ആയിരിക്കും. 28-20 പുസ്തകത്തിന്റെ അവസാനത്തെ വാചകം അതാണ്. നമ്മോടുകൂടി ആയിരിക്കുന്ന ദൈവമായ ഈശോ ലോകാവസാനം വരെ നിങ്ങളോട് കൂടിയായിരിക്കും, ഈ ശിഷ്യന്മാരുടെ കൂടിയായിരിക്കും, സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ കൂടിയായിരിക്കും. ഇതിനിടയിലും ഈ വാക്ക് വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-20 അവിടെ പറയാണ്, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാനുണ്ടായിരിക്കും, അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. മധ്യത്തിൽ ഇത് സാധാരണ പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നതിനെ കുറിച്ചാണ് ആയിരിക്കാം. പക്ഷെ അതല്ല സന്ദർഭം. 18-ാമത്തെ അധ്യായം മുഴുവൻ സഭയെക്കുറിച്ചാണ്, സഭയിലെ നേതാക്കന്മാരെ കുറിച്ചാണ്, എല്ലാവരെയും കുറിച്ചല്ല. സഭയിലെ നേതാക്കന്മാർ പെരുമാറേണ്ടതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ഉണ്ടാകാമെങ്കിലും പ്രധാനപ്പെട്ട അർത്ഥം അതല്ല. മറിച്ച് സഭയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനായി യേശുവിന്റെ നാമത്തിലാണ് സമ്മേളിക്കുന്നതെങ്കിൽ അവരിടയിൽ അവനുണ്ടായിരിക്കും. യേശുവിന്റെ നാമത്തിലാണ് തീരുമാനമെടുക്കാൻ അവർ സമ്മേളിക്കുന്നതെങ്കിൽ അവരുടെ ഇടയിൽ യേശു ഉണ്ടായിരിക്കും. യേശുവിനെ കേൾക്കാനും അവർക്ക് പറ്റും, കേൾക്കാൻ കാത് തുറന്നാല്.
അപ്പോൾ ദൈവം നമ്മോടുകൂടെ, ദൈവം നിങ്ങളുടെ മധ്യത്തിൽ, ദൈവം നിങ്ങളോടുകൂടെ. ഇതിങ്ങനെ 3 സ്ഥലത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് മത്തായി. മറിയത്തിന്റെ കാര്യത്തിലാകുമ്പോൾ നമ്മോടുകൂടെ, നിങ്ങളോടുകൂടെ അങ്ങനെ നിൽക്കുകയല്ല, ഉള്ളിലാണ്. അവൾ ഉള്ളിലാണ്. ദൈവം അവളുടെ ഉള്ളിലാണ്. നാഥൻ നിന്നിൽ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. നാഥൻ, കർത്താവ് നിന്നോടുകൂടെ എന്ന് മാത്രമല്ല, കർത്താവ് നിന്നിലാണ്. ഇതാണ് ഈ ഹൈറ എന്ന വാക്കുകൊണ്ട്, അതായത് ആനന്ദിച്ചാലും, സിയോൻ പുത്രി ആനന്ദിച്ചാലും കർത്താവ് നിന്റെ മധ്യത്തിലുണ്ടെന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കാൻ കാരണം, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടെ ഒരാള് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഉള്ളിലാണവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ ഇമ്മാനുവേൽ എന്ന് പറയുന്നത് പോലെ, ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. മറിയത്തിന്റെ കാര്യത്തിലാകുമ്പോൾ വേറെ തരത്തിലാണ് പറയേണ്ടത്. എലോഹിം ബ് തൊക്കൈനു, എലോഹിം ബ് തൊക്കൈനു, എലോഹിം ഗോഡ് വിത്തിൻ യു, വിത്തിൻ അസ്, വിത്തിൻ യു, വിത്തിൻ അസ്. അപ്പോ വിത്തിൻ അസ് എന്ന് നമുക്ക് പറയാൻ നമുക്കും പറ്റും. കാരണം എന്താണ്? മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആ കർത്താവ് ഇപ്പൊ നമ്മുടെ ഗർഭത്തിൽ, നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നു വിശുദ്ധ കുർബാനയിലൂടെ. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ മറിയത്തിൽ നിന്നിലുണ്ട്, നാഥൻ നിന്നിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മിലുണ്ട് എന്ന് പറയാം. അതിനെയാണ് ഞാൻ പറഞ്ഞത് എലോഹിം ബുത്തൊക്കെയിനു, ഗോഡ് വിത്തിൻ അസ്, ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ. അത് പോരാ, അതിനേക്കാളും ആഴമുണ്ട്. ഗോഡ് വിത്തിൻ അസ്, എലോഹിം ബുത്തൊക്കെയിനു, അല്ലെങ്കിൽ ഏൽ ബുത്തൊക്കെയിനു, ഗോഡ് വിത്തിൻ അസ്, ഗോഡ് വിത്ത് അസ്, ഗോഡ് വിത്തിൻ അസ്. അപ്പോൾ വ്യത്യാസം വന്നു. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവ് നമ്മുടെ ഉദരത്തിലേക്ക് വരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ അന്നത്തെ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് കുർബാന. മനുഷ്യാവതാരം, അന്നത്തെ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാനാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവ് നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? അപ്പൊ നമ്മൾ ശരിക്കും മറിയത്തിന്റെ മക്കളല്ലേ? മറിയം സഞ്ചരിക്കുന്ന സക്രാരിയായിരുന്നു അല്ലേ? ഇത് കഴിഞ്ഞ പാടെ തന്നെ സക്രിയാസിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചത്. ഇതുപോലെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് കർത്താവ് നമ്മൾ തന്നെ സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കേണ്ടതും സ്തോത്രം ചെയ്യേണ്ടതും നമ്മുടെ ഒരു കടമയാണ്. എലിസബത്തും മറിയവും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചതുപോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. കാരണം ദൈവം നമ്മോടുകൂടെ എന്ന് മാത്രമല്ല, ദൈവം നമ്മുടെ ഉള്ളിലുമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുന്നത്, കാരണം ഇതിങ്ങനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ദൈവം എല്ലായിടത്തും ഇല്ലെന്ന് ആൾക്കാർ ചോദിക്കും. ദൈവം എല്ലായിടത്തുണ്ട്. അതൊരു ആത്മീയ സാന്നിധ്യമാണ്, സ്പിരിച്വൽ പ്രസൻസ്. അതുപോലെയാണോ കത്തോലിക്കരിലെ ദൈവം ഉള്ളത്? അല്ല. അവർ കുർബാന സ്വീകരിക്കല്ലേ, മാമോദീസ സ്വീകരിക്കല്ലേ. അപ്പോൾ കത്തോലിക്കരുടെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ആത്മീയ സാന്നിധ്യം മാത്രമല്ല, കൗദാശിക സാന്നിധ്യമാണ്. അപ്പൊ എല്ലാവരിലുമുള്ള ദൈവ സാന്നിധ്യം പോലെയല്ല കത്തോലിക്കരിൽ ദൈവ സാന്നിധ്യം. കത്തോലിക്കൽ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് കൗദാശിക സാന്നിധ്യമാണ്. എല്ലായിടത്തും ദൈവമുള്ളത് പോലെയല്ല ദേവാലയത്തിൽ ദൈവമുള്ളത്, അവിടെ കൗദാശിക സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ എന്താണ് ക്രിസ്തു വന്നിട്ട് ഈ ലോകത്തിനുണ്ടായ മാറ്റം എന്ന് ചോദിച്ചാൽ ഇതാണ് മാറ്റം. കർത്താവിന്റെ ആത്മീയ സാന്നിധ്യം കൗദാശിക സാന്നിധ്യം മാറിയിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്കും അവന്റെ കൂദാശകൾ സ്വീകരിക്കുന്നവർക്കും. അപ്പൊ എല്ലാ മനുഷ്യരിലുമുള്ള ദൈവ സാന്നിധ്യം പോലെയല്ല കത്തോലിക്കരുടെ ദൈവ സാന്നിധ്യം. അവർ സഞ്ചരിക്കുന്ന സക്രാരിയാണ്. അവരിലുള്ളത് ആത്മീയ സാന്നിധ്യം മാത്രമല്ല, കൗദാശിക സാന്നിധ്യമാണ്. ഇത് വളരെ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ആക്രമിക്കാൻ തോന്നണേ. നന്മയുള്ള ഒരാളെ, ദൈവത്തിന് സാന്നിധ്യമുള്ള ഒരാളെ കാണുമ്പോൾ പിശാചികൾക്ക് വിരളി പിടിക്കും. ഈ പിശാചിന് ആളുകൾക്കും വിരളി പിടിക്കും. നമ്മൾ ആരും ആക്രമിക്കാൻ പോകാറില്ല. എറണാകുളത്തെ വിമത വൈദ്യുതി മുന്നേറ്റക്കാർ ഒഴികെ നമ്മൾ ആരും ആക്രമിക്കാൻ പോകാറില്ല. പക്ഷെ അവര് നമ്മളെ ആക്രമിക്കുന്നു. എന്തേ? നമ്മിലുള്ള ഈ കൗദാശ സാന്നിധ്യം അവരെ വിരളി പിടിപ്പിക്കുന്നു. ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കും. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ശിഷ്യന്മാരുടെ ലോട്ട്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യമാണ് ഈ ക്ലേശങ്ങള്, കഷ്ടങ്ങള്, സഹനങ്ങള്. അതിലൂടെയാണ് ക്രിസ്തുവിനോട് നമ്മൾ ഒന്നാക്കപ്പെടുന്നത്. ക്രിസ്തു നമ്മിലേക്ക് വരുന്നത് കൊണ്ട്, നമ്മൾ മറിയത്തിന്റെ മക്കളാകുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലൂടെയും ഒരു വാള് കടക്കുകയാണ്. അതാണ് നമ്മളിപ്പോ ഈ കാണുന്ന ആളുകള്, ബജ്രന്തകള്, മറ്റവരൊക്കെ നമ്മൾ ആക്രമിക്കുന്നു പറയുമ്പോൾ അത് ക്രിസ്തുവിനെ ആക്രമിച്ചതുപോലെയും മറിയത്തിന്റെ ഹൃദയത്തിൽ വാള് കടന്നതുപോലെയുമാണ്. കാരണം നമ്മിലുള്ള സാന്നിധ്യം വെറും ആത്മീയ സാന്നിധ്യമല്ല, ദൈവത്തിന്റെ ആത്മീയ സാന്നിധ്യമല്ല, കൗദാശിക സാന്നിധ്യമാണ്.
അത് ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 12 ശൂനായ മറിയത്തിന്റെ സ്ഥലം മാറ്റം അഥവാ സ്വർഗ സംവഹനം, അതിനൊരുക്കമായിട്ടുള്ള ശൂനായ നോമ്പിന്റെ 12ാം ദിവസം. ഇന്നലെ ഒരു വൈദികൻ എന്നെ വിളിച്ച് ഒരു ചെറിയ വിശദീകരണം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ കാര്യവും ഞാൻ കൊടുത്ത മറുപടിയും മറ്റുള്ളവർക്ക് ഉപകരിക്കുമെന്നതിനാൽ ഞാനതുകൂടെ പങ്കുവെക്കുകയാണ്. എൻ്റെ ഈ ടോക്കിൽ, ശൂനായ ധ്യാനത്തിലെ ടോക്കിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവെച്ചത്. വളരെ മനോഹരമായ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ അങ്ങനെ തന്നെ പറയാം. പരിശുദ്ധ കന്യകാമറിയം തന്റെ ഗർഭത്തിൽ ദൈവപുത്രനെ ഗർഭം ധരിച്ചു. അത് ശാരീരികമായിട്ടാണ്. എന്നാൽ നാം അവനെ സ്വീകരിക്കുന്നതും ആരാധിക്കുന്നതും ഉത്തിതനായ ക്രിസ്തുവിനെയാണ്. മറിയം കർത്താവിനെ മനുഷ്യ വ്യക്തിയായിട്ടാണ് തന്റെ ഗർഭത്തിൽ വഹിച്ചത്. ക്രിസ്ത്യാനികൾ അവനെ സ്വീകരിക്കുക കൗതാശികമായിട്ടാണ്. അത് ഭൗതിക ശരീരവും രക്തവും അല്ലല്ലോ. അതിനാൽ മറിയത്തിൽ ദൈവം ആയിരുന്നത് അതുല്യമായ വിധത്തിലല്ലേ? അതുപോലെ മറ്റൊരു വ്യക്തിയിലും പറ്റില്ലല്ലോ. കർത്താവിന്റെ കൗതാശി സാന്നിധ്യം എല്ലാ കത്തോലിക്കർക്കും പറ്റും. അപ്പൊ മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവും നമ്മൾ സ്വീകരിക്കുന്ന കൗതാശ കർത്താവും അത് രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം വ്യത്യാസമില്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, മറിയം ഇല്ലേ കർത്താവിനെ ഗർഭത്തിൽ വഹിച്ചു, അതേ കർത്താവാണ് നമ്മിലേക്ക് വരുന്നത്. അത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ പറഞ്ഞത്, ഇങ്ങനൊരു മറിയം അല്ലേ അതുല്യമായ മറ്റൊരാളുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് മറിയം. അതേസമയം അതേ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നെങ്കിലും മറിയത്തിന്റെ അതിനോട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഇത് നിങ്ങൾക്ക് പലരും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. ഈ ഒരു കാര്യം ആദ്യം തന്നെ ചോദിക്കാം നമുക്ക്. മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആൾ തന്നെയല്ലേ എല്ലാ കത്തോലിക്കരിലേക്കും ദിവ്യകാരണത്തിലൂടെ വരുന്നത്? അതെ, മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആൾ തന്നെയാണ് വരുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. മറിയത്തിൽ സംഭവിച്ച മനുഷ്യാവതാരം അത് അതുല്യമാണ്, പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലുതാണ് എന്ന് ഞാൻ കാൾബാർത്ത് എന്ന ദൈവശാസ്ത്രജ്ഞന്റെ കഥ പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാൾബാർത്ത് എന്ന് പറഞ്ഞാൽ പോളാറാമൻ മാർപ്പാപ്പ, ബെനഡിക്ട് മാർപ്പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ കൺസൾട്ട് ചെയ്തിരുന്ന ഒരു പ്രോട്ടസ്റ്റന്റ് സ്വിറ്റ്സർലൻഡുകാരനായ ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ചരിത്രത്തിലും യേശുവിന്റെ ചരിത്രത്തിലും ഏറ്റവും നിർണായകമായ 2 ഇടപെടലേ ദൈവപിതാവ് നടത്തിയിട്ടുള്ളൂ. ഒന്ന് മനുഷ്യാവതാരവും മറ്റൊന്ന് തിരുവുത്ഥാനവുമാണ്. അതായത് മറിയത്തിൽ സംഭവിച്ച ഈ കന്യകയുടെ ഗർഭധാരണം എന്ന് പറയുന്നത്, അതായത് ദൈവം മനുഷ്യനാകുന്ന മനുഷ്യാവതാരം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടികൾ വലുതാണ്. മറ്റൊരു സംഭവമായിട്ടും അതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് മറിയത്തിൽ സംഭവിച്ചത് ഒരാളിലും മറ്റൊരാളിനും സംഭവിക്കാത്ത തരത്തിൽ മഹാ അത്ഭുതമാണ്. പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ അത്ഭുതമാണ്. അത് മനസ്സിലങ്ങ് ഉറക്കുക. അതേസമയം മറിയത്തിന്റെ ഗർഭത്തിൽ കിടന്ന ആ ദൈവം തന്നെയാണ് ദിവ്യകാരണത്തിന് നമ്മിലേക്കും വരുന്നത്. ആൾ ഒന്ന് തന്നെയാണ്. രൂപം വ്യത്യാസം ഉണ്ടെങ്കിലും ആൾ ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാകുകയാണ്. മറിയത്തിൽ സംഭവിച്ച മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. മറിയത്തിൽ സംഭവിച്ച മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്ന് യേശു ഉപയോഗിക്കുന്ന വാക്ക് കുർബാനയുമായി മാത്രം ബന്ധപ്പെട്ടാണ്. നമുക്ക് ബൈബിളിൽ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമമുണ്ട്. ആ വാക്ക് പക്ഷെ ഉപയോഗിച്ചിരിക്കുന്നത് കുർബാനയ്ക്ക് മാത്രമാണ്. കുരിശിലെ ബലി, അവന്റെ തിരുവുത്ഥാനം, അത് ലോകാവസാനം വരെ പ്രഖ്യാപിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ മനുഷ്യാവതാരം, കുരിശമരണം, തിരുവുത്ഥാനം, പരിശുദ്ധാത്മാവിന്റെ ദാനം, ഇത് ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പം മനുഷ്യാവതാരവും കുരിശിലെ ബലിയും തിരുവുത്ഥാനവും പരിശുദ്ധാത്മ ദാനവും ഒന്നിൽ കുത്തി നിറച്ചിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോഴും ഈ ചോദ്യം ബാക്കി നിൽക്കുന്നു. അച്ഛോ, അപ്പോഴും മറിയത്തിൽ കിടന്നത് പോലെയാണോ നമ്മില്? അതാണ് ചോദ്യം. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ്. കാരണം ഗ്രീക്കിലെ വാക്കുകളെല്ലാം തന്നെ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പ്രയാസമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അത് പൗലോസിന് ആ പ്രയാസം ഉണ്ടായിരുന്നു. കൊളോസസ് ലേഖനത്തില്
1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ ഉപയോഗിച്ച് പൗലോസ് ഉപയോഗിച്ചൊരു വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവിടുത്തെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ മരണത്താൽ തന്റെ ജഡശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. തന്റെ ജഡശരീരത്തിൽ, ജഡശരീരം ഇല്ലേ? സോമ എന്ന വാക്ക് അവിടെയുണ്ട്, ശരീരം. സാർക്സ് എന്ന വാക്ക് ജഡം അല്ലെങ്കിൽ മാംസം. തന്റെ മാംസ ശരീരത്തിൽ, തന്റെ ജഡശരീരത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കുക. ഇപ്പം എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്റെ അസ്ഥിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ? ആണോ? എന്റെ ശരീരത്തിൽ, എന്റെ ശരീരത്തിൽ തുടരുന്ന് പറഞ്ഞാൽ എന്റെ മാംസത്തിൽ തുടരുത് എന്നാണോ, അത് എന്നെ തുടരുതെന്നാണോ? എന്റെ ശരീരത്തിൽ നീ തൊട്ടു പോകെന്ന് പറഞ്ഞാൽ എന്റെ മാംസത്തിൽ തുടരുത്, എല്ലുമ്മ തൊട്ടോ എന്നാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ എന്റെ മുടിയിൽ തൊട്ടോ, അങ്ങനെയല്ലല്ലോ. അപ്പൊ ഈ മാംസം എന്ന് പറയുന്നത്, ജഡം എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. ജഡശരീരം എന്ന് പറഞ്ഞാലോ മാംസത്തോടു കൂടിയുള്ള ശരീരം, ജഡശരീരം, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. യേശു തന്റെ മരണത്തിൽ തന്റെ ജഡശരീരത്തിൽ. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ജഡശരീരം എന്ന് ഉപയോഗിച്ചത്? ശരീരം എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ അർത്ഥങ്ങളുണ്ട്. ജഡശരീരം എന്ന് പറഞ്ഞാൽ മാംസത്തോടു കൂടിയുള്ള ശരീരം എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് ജഡശരീരം എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. ഈ തൊട്ട് മുമ്പ് ഈ കൊളോസ് ലേഖനത്തിൽ 1:21-22 തൊട്ട് മുമ്പ് സഭ എന്ന ശരീരത്തിന്റെ തലവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞിരുന്നു. 1:18 സഭ എന്ന ശരീരത്തിന്റെ തലവനാണ് ക്രിസ്തു. അവിടെ ശരീരം എന്നതിന് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരം, മൗതിക ശരീരം, നിഗൂഢ ശരീരം എന്നൊക്കെ അർത്ഥം. ജഡശരീരം എന്നല്ല. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാണ്. അവിടെ സഭ എന്ന ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരമാണ്, നിഗൂഢ ശരീരമാണ്, മൗതിക ശരീരമാണ്, ജഡശരീരമല്ല. അപ്പൊ ആ അർത്ഥത്തിലല്ല തൊട്ട് മുമ്പാണല്ലോ ഈ ശരീരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരം എന്ന സഭ എന്ന ശരീരത്തിന്റെ തലയാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ അവിടെ ശരീരം എന്ന അർത്ഥം ഇതിന് വേറെ അർത്ഥമാണ്. ആ അർത്ഥത്തിലല്ല ക്രിസ്തു മരിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജഡശരീരം എന്ന് പൗലോസ് പറയുന്നത്. ഈ സത്യവിശ്വാസികള് ക്രിസ്തുവിന്റെ സഭാത്മക ശരീരമാണ്, മിസ്റ്റിക്കൽ ബോഡി. സത്യവിശ്വാസികള് ക്രിസ്തുവിന്റെ സഭാത്മക ശരീരമാണ്. ആ അർത്ഥത്തിലല്ല ക്രിസ്തു ജഡശരീരത്തിൽ കുരിശിൽ മരിച്ചത്. അപ്പോൾ ശരീരം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി നമുക്ക് ഓർത്താൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യം പറയാം. ക്രിസ്തുവിന്റെ ശരീരത്തിന് 4 ചക്രവാളങ്ങളുണ്ട്, 4 ഡൈമെൻഷൻസ്. ഒന്ന് ഭൗതിക ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞ ജഡശരീരം. ഭൗതിക ശരീരം അല്ലെങ്കിൽ ജഡശരീരം, നമ്മളെപ്പോലെ ശരീരം. BC 2 ഈശോ ജനിച്ചു. BC 2 BC 7 6 കേട്ടോ. ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ എന്നെ പുസ്തകമുണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണ് BC 2 എന്ന് പറയണേ എന്നൊക്കെ കൃത്യമായി തെളിവുകൾ സഹിതം ഹാജരാക്കിയിട്ടുണ്ട്. BC 2 കർത്താവ് ജനിച്ചു. AD 33 വരെ അവന് നമ്മളെപ്പോലെ ജഡശരീരം ഉണ്ടായിരുന്നു. അതിനെയാണ് ഭൗതിക ശരീരം, ജഡശരീരം എന്നൊക്കെ വിളിക്കുന്നത്. ഇന്ദ്രിയ ഗോചരമായ ശരീരം, തൊടാനും കാണാനൊക്കെ ഇങ്ങനെയുള്ള ഒരു ശരീരം. അതാണ് യേശുവിന്റെ ശരീരത്തിന് 1-ാമത്തെ ചക്രവാളം. ദൈവം മനുഷ്യനായി നമ്മുടെ ജഡശരീരം സ്വീകരിച്ചു. അതിനാണ് മാംസമായി എന്ന് പറയണേ. വചനം മാംസമായി ജഡശരീരം സ്വീകരിച്ചു നടത്താം. മനുഷ്യ ശരീരം സ്വീകരിച്ചു. അതാണ് 1-ാമത്തെ ശരീരം. ആ ശരീരം ക്രിസ്തു, ഈ ജഡശരീരത്തോടു കൂടിയുള്ള ക്രിസ്തു വർഷം 33 ഏപ്രിൽ മാസം 3-ാം തീയതി കുരിശിൽ മരിച്ചു. 5-ാം തീയതി, അത് 3-ാം ദിവസം, അവൻ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ ശരീരം കല്ലറയിലില്ല, ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. പക്ഷെ ആ ശരീരം എന്ന് പറയുന്നത് ജഡശരീരമല്ല, ഉത്തിത ശരീരമാണ്, റിസൺ ബോഡി. പക്ഷെ അത് ഭൂതോ പ്രേതോ ആത്മാവോ അല്ല. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവര് പേടിച്ചു വരച്ചപ്പോൾ സ്ലീഹന്മാരോട് പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഞാൻ ഭൂതോ പ്രേതമൊന്നും അല്ല. ഭൂതത്തിനും പ്രേതത്തിനും ശരീരമില്ലല്ലോ, എനിക്കൊരു ശരീരമുണ്ട്. സ്ത്രീകൾ അവനെ കെട്ടിപ്പിടിച്ചു, ഇല്ലേ, ആരാധിച്ചു. മറിയം മഗ്ദലന അവന് പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. തോമസ് അവന്റെ വിരാവിൽ കൈയിട്ടു. അപ്പോൾ അവന് ശരീരമുണ്ട്. പക്ഷെ ജഡശരീരത്തിന്റെ, ഭൗതിക ശരീരത്തിന്റെ ഒരു പരിമിതിയുമില്ല. പക്ഷെ ഒരേ ആളാണ്. ആ ജഡശരീരത്തിൽ ജീവിക്കുകയും കബറടക്കപ്പെടുകയും ചെയ്ത അതേ ആളാണ് ഉത്ഥാനം ചെയ്തത്. പക്ഷെ ആ ഉത്തിത ശരീരമാണ്, ഭൂതം പ്രേതൊന്നും അല്ല, ശരീരമുണ്ട്. അപ്പോൾ അതിന് ഉത്തിത ശരീരമാണ്, പക്ഷെ ഒരേ ആളാണ്. രണ്ടും 2 ചക്രവാളങ്ങളാണ്.
ജഡശരീരത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ പരിമിതികൾ ഇല്ലാത്ത ശരീരം, പക്ഷെ ആളൊന്നു തന്നെ. അതാണ് രണ്ടാമത്തെ ശരീരം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ രണ്ടാമത്തെ ചക്രവാളം. മൂന്നാമത്തത് നമ്മൾ പറയുന്ന സഭാത്മക ശരീരം. ഭൗതിക ശരീരം എന്നൊക്കെ പറയാറുണ്ട്, ഞാൻ കുറച്ചുകൂടി ഉപയോഗിക്കുന്ന വാക്ക് സഭാത്മക ശരീരം എന്നാണ്. ക്രിസ്തുവിന്റെ മാമോദീസ, ക്രിസ്തീയ മാമോദീസ സ്വീകരിക്കുന്നവരെല്ലാം ഉത്തമനായ കർത്താവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും മാമോദീസയാലും കുർബാനയാലും അവർ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. ഇപ്പൊ എറണാകുളത്ത് ഇപ്പോഴും മാമോദീസ മാത്രമേ ഉള്ളൂ, തിരുരക്തത്താൽ ഒട്ടിച്ചു ചേർക്കുന്നില്ല. അത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ്, കുട്ടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട്. ശരിക്കും 3 കൂതാശകൾ ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്, പ്രവേശ കൂതാശകൾ. ഈ എറണാകുളത്ത് മാത്രം അത് എല്ലാം തലതിരിഞ്ഞാണ്. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവര് മെത്രാമാര് തീരുമാനിച്ച് നടപ്പാക്കേണ്ടതാണ്. അവരിങ്ങനെ നടപ്പാക്കണ്ട എന്നുള്ള മട്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാരണന്മാർ, ഇപ്പൊ നമ്മുടെ അപ്പൻ ചീത്തയായാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ അമ്മ ചീത്തയായാൽ നമ്മൾ എന്ത് ചെയ്യും? സഹിക്കല്ലാണ്ട് വല്ല മാർഗമുണ്ടോ? ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. എനിവേ, അപ്പോ മാമോദീസയും തൈലാഭിഷേകവും കുർബാനയും പ്രവേശ കൂതാശകളും ഒരുമിച്ചാണ്. ലത്തീൻ സഭയിലും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് വേദികളിൽ. അപ്പൊ അവിടേക്കും ലത്തീൻ സഭയിലേക്ക് അത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും കർത്താവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നതാണ്. ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുന്നതാണ്, വെള്ളത്തിലേക്കല്ല, നാമത്തിലേക്ക് സ്നാനപ്പെടുന്നതാണ് മാമോദീസ. അപ്പൊ ക്രിസ്തുവിന്റെ ഉത്തിത ശരീരത്തിൽ നമ്മൾ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായിട്ട് മാറുകയാണ്, അന്തർലീന ശരീരമായിട്ട്, നിഗൂഢ ശരീരമായിട്ട് മാറുകയാണ്. ക്രിസ്തുവിന്റെ നിഗൂഢ ശരീരം, അതിനെയാണ് സഭാത്മക ശരീരം എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു ഇല്ലേ? സഭയാകുന്ന ശരീരത്തിന്റെ തലയാണവൻ. അതായത് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരത്തിന്റെ തല, ഈ സഭ എന്ന ശരീരത്തിന്റെ തല. നമ്മള് ഈ ശരീരത്തിലെ അവയവങ്ങള് ചെറിയ കാര്യമല്ല. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത്, അല്ലേ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നല്ലേ പൗലോസിനോട് പറഞ്ഞത്. പൗലോസ് ക്രിസ്തുവിനല്ലല്ലോ, ക്രിസ്ത്യാനികളല്ലേ പീഡിപ്പിച്ചത്. ഇത് തന്നെ ഇപ്പോഴും സംഭവിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്തു അവരിൽ കൗദാശിക സാന്നിധ്യമുണ്ട്. അതിനാൽ തന്നെ അവര് ക്രിസ്തുവിന്റെ അന്തർലീന ശരീരമാണ്. ആ ക്രിസ്തുവിന്റെ അന്തർലീന ശരീരം സഭാത്മക ശരീരം, അതാണ് മൂന്നാമത്തെ ചക്രവാളം. നാലാമത്തതാണ് കൗദാശിക ശരീരം. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മിലേക്ക് വരുന്നു, അവന്റെ ശരീരവും രക്തവും തരുന്നു. ഇത് എന്റെ ശരീരം ആകുന്നു എന്ന കർത്താവ് പറയണേ. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആള്, മാംസം എന്നല്ല, ആള്. ഇത് ഞാൻ തന്നെയാകുന്നു. ഇത് എന്റെ രക്തം ആകുന്നു. രക്തം എന്ന് പറഞ്ഞാൽ പ്രാണൻ, ജീവൻ. ഇതെന്റെ പ്രാണനാണ്. അപ്പൊ ഇത് ഞാനാണ്, എന്റെ പ്രാണനാണ്. കർത്താവ് കർത്താവിന്റെ പ്രാണനും ആളത്വവും നമ്മിലേക്ക് തരികയാണ് കൂദാശയുടെ രൂപത്തിൽ. പക്ഷെ വരുന്നത് ഒരേ ആള് തന്നെയാണ്. അന്ന് BC 2 മുതൽ ക്രിസ്തുവർഷം 33 വരെ ഭൂമിയിൽ ജീവിച്ച ആള്, 33 ക്രിസ്തുവർഷം 33 ഏപ്രിൽ 5-ാം തീയതി മരിച്ചവൻ ഉത്ഥാനം ചെയ്ത ആള്, എല്ലാ ക്രിസ്ത്യാനികളുമായിട്ടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആള്, അതേ ആളാണ് കൂദാശയിലൂടെ വരുന്നത്. അപ്പോൾ മറിയത്തിന്റെ ഗർഭത്തിലായിരുന്നത് ജഡശരീരത്താലാണ്. നമ്മിലേക്ക് വരുന്നത് അതേ ആള് തന്നെയാണ്, പക്ഷെ കൗദാശിക ശരീരത്താലാണ്. പക്ഷെ രണ്ടും ഒരേ ആള് തന്നെയാണ്, രണ്ട് രൂപത്തിലാണ്. കാര്യം ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മറിയത്തിൽ സംഭവിച്ചത് മനുഷ്യാവതാരം മറ്റൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അത്ര മഹാത്ഭുതമാണ്. പ്രപഞ്ച സൃഷ്ടിക്കൽ വലിയ അത്ഭുതമാണ്. പക്ഷേ അതേ അത്ഭുതത്തിന്റെ ചെറിയ തോത് നമ്മിൽ സംഭവിക്കുകയാണ് കൗദാശികമായിട്ട്. അതേ ആളാണ്, മറിയത്തിന്റെ ഗർഭത്തിൽ കണ്ട അതേ ആളാണ് അവിടെ ജഡശരീരത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ കൗദാശിക ശരീരത്തിലൂടെ നമ്മിലേക്ക് വരുന്നത്. അപ്പോഴും യാഥാർത്ഥ്യം ഒന്ന് തന്നെയാണ്. എന്താണ്? മറിയം ജീവിക്കുന്ന ദൈവത്തിന്റെ സക്രാരി ആയതുപോലെ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ സഞ്ചരിക്കുന്ന സക്രാരിയാണ്. കൗദാശിക ശരീരമായിട്ടാണ് നമ്മിൽ ഉള്ളതെന്ന് മാത്രം. പക്ഷെ ഒരേ ആള് തന്നെയാണ്. മറിയത്തിന്റെ ഗർഭത്തിൽ ജഡശരീരത്തിൽ കിടന്ന ആൾ തന്നെയാണ് കൗദാശിക രൂപത്തിൽ നമ്മിലേക്ക് വരുന്നത്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറിയത്തിലെ സംഭവിച്ച മനുഷ്യാവതാരം എന്ന മഹാത്ഭുതം ലോകാവസാനം വരെ കൗദാശിക രൂപത്തിലായിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇതിങ്ങനെ കേട്ട് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം കേട്ടോ. പല പ്രാവശ്യം കേട്ടാലാണ് ഇതിന്റെ ആഴത്തിലേക്ക് കടക്കുക. കാരണം വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം അത് സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും സഭ മനസ്സിലാക്കുന്ന തരത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പരമപരിശുദ്ധ കൂദാശിയാണ്. ഇതിന് ക്രിസ്തീയ ജീവിതത്തിന്റെ
പരകോടിയാണ്, സബ്മിറ്റാണ്, ഉറവിടമാണ്, സോഴ്സ് ആണെന്നൊക്കെ നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലും പിന്നെ രണ്ടാമത്തെ സോനദസിന്റെ ഡോക്യുമെന്റിലും പഠിക്കുമ്പോഴും അതിന്റെ ആഴം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പല പ്രാവശ്യം ഒന്ന് കേട്ടു നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ വിശുദ്ധ കുർബാന എന്താണ്, മറിയത്തിൽ സംഭവിച്ച എന്താണ്, നമ്മിൽ സംഭവിച്ച എന്താണ്, അന്തരം എന്താണ്, പക്ഷേ സാമ്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ സഞ്ചരിക്കുന്ന സക്രാരികളായി മാറുന്നെന്നുള്ളത് ഒരു മഹത്തായ വെളിപാടാണ്. ആ വെളിപാട് സ്വീകരിക്കാൻ നമുക്ക് പേടിയുണ്ട് വാസ്തവത്തില്, അല്ലേ? മിസ്റ്റേരിയും ട്രമന്തും, ഈ ട്രമൻഡസ് മിസ്റ്ററി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയെ. ആ രഹസ്യാത്മകത നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ അത് വെറും ആചാരമാറ്റി മാറും. അതുകൊണ്ടാണ് ദേവാലയ ബീരി വേണമെന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് അത് മാറണം. ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സംഗതികളെല്ലാം നാടകീയമായിട്ട് തന്നെ അവതരിപ്പിച്ചാലാണ് നമുക്കത് മനസ്സിലേക്ക് കയറുക. ഇതിനെയാണ് സജീവ പങ്കാളിത്തം എന്ന് പറയണേ. അല്ലാതെ മുഖത്തോടെ മുഖം നോക്കി നിൽക്കുന്നതിനെ അല്ല സജീവ പങ്കാളിത്തം എന്ന് പറയണേ. അപ്പോൾ മുഖത്തോടെ മുഖം നോക്കിയെന്നാൽ ഈ രഹസ്യാത്മകത, ഈ മിസ്റ്റേരിയും ട്രമന്തും, ദ ട്രമൻഡസ് മിസ്റ്ററി, ഈ ദൈവിക വെളിപാട് അത് തിരിച്ചറിയാൻ പറ്റാണ്ട് വരും. അത് അങ്ങനെയാണ് നമ്മുടെ ഈ ആധ്യാത്മികത നമുക്ക് നഷ്ടപ്പെടുന്നത്. തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്ക് തിരിച്ചുപോക്ക്, ഈ യഥാർത്ഥ രഹസ്യത്തിലേക്കുള്ള ഈ ട്രമൻഡസ് മിസ്റ്ററി, ഈ രഹസ്യാത്മകതയുടെ ആ മാഹാത്മ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് ഈ കുർബാനയെക്കുറിച്ചുള്ള ധ്യാനവും മറിയത്തെക്കുറിച്ചുള്ള ധ്യാനവും ഈ ശിവനായ തിരുനാളും ഒക്കെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ 13-ാം ദിവസം, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശൂനായ തിരുനാള്, സ്ഥലം മാറ്റ തിരുനാള്, സ്വർഗ സംവഹന തിരുനാള് അഥവാ മോക്ഷക്കരേറ്റ തിരുനാള്, തയോത്തോക്കസിന്റെ നിദ്ര, ദ ഡൊർമീഷൻ ഓഫ് ദ തയോത്തോക്കോസ്, അതിനൊരുക്കമായിട്ടുള്ള ശൂനായ നോമ്പിന്റെ 13-ാം ദിവസം. ലിറ്റർജിയിലെ ഒരു കീർത്തനം നമുക്കിന്ന് കേൾക്കാം. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി, ദൈവത്തോട് നരനെ യോജിപ്പിച്ചോനെ വെച്ചു കീറത്തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടി. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി, ദൈവത്തോട് നരനെ യോജിപ്പിച്ചോനെ വെച്ചു കീറത്തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടി. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി. ജഗത് പോഷകൻ, ജഗത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവൻ, അതാണ് മറിയം പ്രസവിച്ച കുഞ്ഞ് ഈശോ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തോമാസ്ലീഹ വിളിച്ചത് ആരെയാണോ ആ ഈശോ. ഈശോയെ നോക്കി അവൻ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സ്വർഗത്തിലേക്ക് നോക്കിയെന്നല്ല. യഹോവ സാക്ഷികൾ ആ തിരുവചന പാഠം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. നസ്രത്തിൽ ഈശോയെ നോക്കി, ഉത്ഥാനം ചെയ്ത കർത്താവിനെ നോക്കിയിട്ടാണ്, ഈശോയിനെ നോക്കിയിട്ടാണ് തോമസ് പറഞ്ഞത്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യഹോവ സാക്ഷികൾ പറയുന്നത് ഈശോ ദൈവമല്ല, ദൈവപുത്രൻ മാത്രമാണ് എന്നാണ് പറയണേ. പക്ഷെ ഈശോ ദൈവമായിട്ടാണ് തോമാസ്ലീഹ പ്രഖ്യാപിച്ചത്. അങ്ങനെ ജഗത്തിനെ മുഴുവൻ പോഷിപ്പിക്കുന്ന ആ കർത്താവും ദൈവമായ ആളെയാണ് മറിയം പ്രസവിച്ചത്. ആ മുട്ടിന്മേൽ ഇരുത്തിയത്, മുലപ്പാല് കൊടുത്തത്. അതാണ് മിശിഹായെ മറിയം മുട്ടിന്മേലിരുത്തി, മുട്ടിന്മേലേന്തി, സ്തന്യം, സ്തന്യം എന്നുവല്ല സ്തനങ്ങളിൽ നിന്നുള്ള ഇല്ലേ മുലപ്പാല്, അമ്മിഞ്ഞപ്പാല്, വിമലം സകലം ജഗത് പോഷണേകി, വിമലമായ അല്ലേ കളങ്കമില്ലാത്ത മുലപ്പാല് ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നവന് മറിയം കൊടുത്തു. ജഗന്നാഥൻ അല്ലെ, ജഗത്തിന്റെ നാഥനാണ് ഈശോ മിശിഹ. ജഗത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനാണ് ഈശോ മിശിഹ. ആ ജഗത് പോഷകനെയാണ്, ജഗന്നാഥനെയാണ് മറിയം മുട്ടിന്മേലേന്തി അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് പോറ്റുന്നത്. അവള് പെറ്റമ്മയും പോറ്റമ്മയുമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ പെറ്റമ്മയല്ല, പോറ്റമ്മയാണ്. പ്രസവിക്കാനായിട്ട് ഏറെ വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ വാടകയ്ക്ക് എടുക്കുക, മുലപ്പാൽ കൊടുക്കുന്നതൊക്കെ മുലപ്പാൽ കൊടുക്കലില്ല. എന്നിട്ട് തനിക്ക് വേണ്ടി പ്രസവിക്കാൻ വേറെ സ്ത്രീ എടുക്കുക, എന്നിട്ട് ആ ശിശുവിനെ കാശ് കൊടുത്ത് വാങ്ങുക. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങള്. മറിയം അങ്ങനെയൊന്നുമല്ല. അവള് പെറ്റമ്മയുമാണ്, പോറ്റമ്മയുമാണ്. ഈ ആൽഫയും ഒമേഗയുമായവൻ, അതാണ് ഈശോ മിശിഹ. ആരംഭവും അവസാനവും ഇല്ലാത്തവൻ. അവന് തനിക്കൊരു ആരംഭം ഉണ്ടാകുവാൻ, മനുഷ്യനാകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദൈവം ആൽഫയും ഒമേഗയുമായവൻ, ആരംഭവും അവസാനവും ഇല്ലാത്തവൻ, തനിക്കൊരു ആരംഭം വേണം തീരുമാനിച്ച് മനുഷ്യനാകാൻ തീരുമാനിക്കുമ്പോൾ മനുഷ്യനായി വന്ന് രൂപമെടുക്കുന്നത് ഈ മറിയത്തിന്റെ ഗർഭത്തിലാണ്.
അപ്പൊ ജഗന്നാഥൻ മറിയത്തിന്റെ ഗർഭത്തിലായിരിക്കുകയും അവൾ ജഗന്നാഥനെ പ്രസവിക്കുകയും അവന് ഈ ജഗന്നാഥന് അമ്മിഞ്ഞപാല് കൊടുത്ത് ഇല്ലേ മുട്ടിമരുന്ന് ഇരുത്തുന്നു, അമ്മിഞ്ഞപാല് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നത് മറിയമാണ്. ചിലപ്പോൾ നമ്മൾ വിശ്വംഭരൻ എന്ന് പറയും, വിശ്വം മുഴുവൻ ഭരിക്കുന്നവൻ, വിശ്വംഭരൻ. ആ വിശ്വംഭരനെയാണ്, വിശ്വം മുഴുവൻ ഭരിക്കുന്ന വിശ്വംഭരനെയാണ് മറിയം ഒക്കത്തിരുത്തി കൊണ്ട് നടക്കുന്നത്, ജോസഫ് കൈപിടിച്ച് കൊണ്ടുപോയത്. ആ രംഗം, അതായത് മറിയം ഉണ്ണീശോയ്ക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന രംഗം ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. എന്തെല്ലാം വികാരങ്ങളായിരിക്കും ആ അമ്മയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകുക. നമ്മളൊക്കെ അമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷെ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ വികാരം അമ്മമാർക്ക് അറിയൂ. എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന ആ അമ്മ ആ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം, അതുപോലത്തെ ഒരു ബന്ധമാണ് മറിയും യേശുവും തമ്മിൽ. അപ്പൊ എന്തെല്ലാം വികാരങ്ങളാണ് മറിയത്തിന്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാകുക. ഓരോ പ്രാവശ്യവും ഈ ഉണ്ണീശോയെ കയ്യിലെടുക്കുമ്പോഴും അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോഴും ഒക്കെ ഗബ്രിയേൽ മാലാഖയുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിലേക്ക് മറിയം വീണ്ടും വീണ്ടും പോയിട്ടുണ്ടാകില്ലേ, ഈ മനുഷ്യാവതാരം സംഭവിച്ച നിമിഷത്തിലേക്ക്. അപ്പൊ നമുക്ക് ചിന്തിക്കാനോ ഭാവനയിൽ കാണാനോ പറ്റുന്നതിനപ്പുറത്താണ് മറിയത്തിന്റെ വിചാരങ്ങൾ. ആഗസ്തീനോസ് ഇതേക്കുറിച്ചൊരു മനോഹരമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. സ്വർഗാധിസ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ അവളുടെ ഉദരത്തിൽ പേറി. സ്വർഗാധിസ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെയാണ് മറിയം അവളുടെ ഗർഭത്തിൽ പേറിയത്. നമ്മുടെ ഭരണകർത്താവിനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ ഭരിച്ചു. നമ്മുടെ ഭരണകർത്താവാണ് ഈശോ. പക്ഷെ ഈശോയെ ഭരിച്ചത് മറിയം എന്ന സ്ത്രീയാണ്, മറിയം എന്ന അമ്മയാണ്. കുഞ്ഞെ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മറിയം ചോദിക്കുന്നുണ്ട്, ഈശോയെ ശാസിക്കുന്നുണ്ട്. അതൊക്കെ ഒരു അമ്മയുടെ അധികാരവും അവകാശവും സ്നേഹവുമാണ്. വാത്സല്യമുണ്ട്, പക്ഷെ നല്ല ചോദ്യങ്ങളുമുണ്ട്. കുഞ്ഞെ, നീ എന്തേ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ? നിന്റെ അപ്പനും ഞാനും അന്വേഷിച്ച് തളർന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതൊരു അമ്മയുടെ ഉത്കണ്ഠ, ആകുലത അത് പ്രകടിപ്പിക്കുന്നു. അവൻ ദൈവപുത്രനോ ഒക്കെ ആയിരിക്കാം, പക്ഷെ അമ്മ തന്നെയാണ്. അപ്പോ അമ്മയായിരിക്കുന്ന കാലത്തോളം അമ്മയുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കണമെന്ന് തന്നെയാണ് അമ്മ പറഞ്ഞതിനർത്ഥം. അപ്പൊ മറിയം ഭയങ്കര ചങ്കൂറ്റമുള്ള ഒരു അമ്മയാണ്, വാത്സല്യം ഇങ്ങനെ ഇറ്റിറ്റ് നിൽക്കുന്ന ഒരു അമ്മയാണ്. അതുപോലെ തന്നെ നല്ല അച്ചടക്കം പാലിച്ച ഒരു അമ്മയാണ്. നാം ആരിൽ ജീവിക്കുന്നുവോ അവനെ മറിയം കൊണ്ടു നടന്നു. നാം ആരിലാണോ ജീവിക്കുന്നത് ആ യേശുവിനെ മറിയം കൊണ്ടു നടന്നു, ഒക്കെ തിരുത്തി കൊണ്ടു നടന്നു, മുട്ടിമേലിരുത്തി. നമ്മുടെ ജീവന്റെ അപ്പത്തിന് മറിയം മുലപ്പാല് കൊടുത്തു. നമ്മുടെ ജീവന്റെ അപ്പമാണ് കർത്താവ്. ആ ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവിന് മുലപ്പാല് കൊടുത്ത് ജീവിപ്പിച്ചത്, പോറ്റിയത് മറിയമാണ്. അപ്പൊ ഞാൻ ആഗസ്തീനോസിന്റെ വാക്കുകൾ ഒന്നുകൂടി പറയാം. സ്വർഗാധിസ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ അവളുടെ ഉദരത്തിൽ പേറി. നമ്മുടെ ഭരണകർത്താവിനെ മറിയം എന്ന സ്ത്രീ, മറിയം എന്ന അമ്മ ഭരിച്ചു. നാം ആരിൽ ജീവിക്കുന്നുവോ അവള് മറിയം കൊണ്ടു നടന്നു. നമ്മുടെ ജീവന്റെ അപ്പത്തിന് മറിയം മുലപ്പാല് കൊടുത്തു. അപ്പൊ ലിറ്റർജിയിൽ ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു കീർത്തനമുണ്ട്. മേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നവനെ, മഴ കൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നവനെ, കന്യക തന്റെ മുലകൾ ചുരത്തി മുലപ്പാൽ തുള്ളികൾ നൽകി പോഷിപ്പിച്ചു. മേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നവനെ, മഴ കൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നവനെ, കന്യക തന്റെ മുലകൾ ചുരത്തി മുലപ്പാൽ തുള്ളികൾ നൽകി പോഷിപ്പിച്ചു. അവന് ഗർഭം ധരിച്ചപ്പോഴും ഗർഭത്തിൽ കൊണ്ടു നടന്നപ്പോഴും വിസ്മയം കൊണ്ട് ഹൃദയം നിറഞ്ഞ മറിയം തന്നെ. അപ്പൊ നമുക്കിത് ഈ ആഗസ്തീനോസ് പറഞ്ഞല്ലോ, സ്വർഗാധിസ്വർഗത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്ക് രാജാക്കന്മാരുടെ പുസ്തകം, 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തില് ശലോമോൻ എന്ന് പറയുന്ന ആളുടെ പ്രാർത്ഥനയിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ 1 രാജാക്കന്മാർ 8:27-30 സോളമന്റെ പ്രാർത്ഥനയുണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? സ്വർഗാധിസ്വർഗത്തിനും അങ്ങയെ ഉൾക്കൊള്ളുക അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിൽ അങ്ങയെ ഒതുക്കി നിർത്തുന്നത് എങ്ങനെ? എങ്കിലും ദൈവമായ യാഹ്വേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും അങ്ങ് തിരിയണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് സമർപ്പിക്കുന്ന കേൾക്കേണ്ടതിന് അങ്ങയുടെ ദൃഷ്ടികൾ രാവും പകലും ഈ ആലയത്തിന് നേർക്ക് തുറന്നിരിക്കണമേ. എന്റെ നാമം അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസന്റെയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ യാചന കേൾക്കണമേ.
അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വർഗത്തിനും അങ്ങ് ഉൾക്കൊള്ളുക അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ആലയത്തിൽ അങ്ങ് ഒതുക്കി നിർത്താൻ കഴിയോ? കഴിയില്ല. എന്നാലും അങ്ങയുടെ നാമം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചാൽ, ഇവിടേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥന കേൾക്കണം. ഈ സംഗതിയാണ് ആഗസ്തീനോസ് മറിയത്തിന് അപ്ലൈ ചെയ്യുന്നത്. സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത കർത്താവ് ജെറുസലം ദേവാലയത്തിൽ നിഴൽ രൂപത്തിൽ വന്നു. മറിയത്തിൽ മനുഷ്യരൂപത്തിൽ, നിഴൽ രൂപത്തിലല്ല, ശരിക്കും യഥാർത്ഥത്തിൽ മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോൾ മറിയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ മറിയമാണ് ദേവാലയത്തിന്റെ സ്ഥാനത്ത്. സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്തവനെ മറിയമാണ് ഗർഭത്തിൽ വഹിച്ചതും മുലപ്പാല് കൊടുത്തതൊക്കെ. അപ്പൊ ആ മറിയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഈ ദേവാലയത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ ശക്തമാണ് മറിയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നമ്മളോട് ക്ഷമിക്കാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എത്രയോ ശക്തമാണിത്. അപ്പോൾ ഈ സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തവനെയാണ് മറിയം മുട്ടിന്മേലേന്തിയതും മുലപ്പാല് കൊടുത്ത്, അതും വിമലമായ മുലപ്പാല്, കളങ്കമില്ലാത്ത മുലപ്പാല്, അമ്മിഞ്ഞപ്പാല് കൊടുത്ത് ജഗന്നാഥന് പോഷണമേകിയതും. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, ഇതൊക്കെ ഒരു കവിഭാവനയാണോ, അതോ ഇതിന് വേദത്താളുകളിൽ അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. ലൂക്കാസ് സുവിശേഷം 11:27-28 വായിച്ചു നോക്കിയേ. അവൻ ഈശോ അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഒരു സ്ത്രീ. അപ്പൊ അവൾക്ക് മനസ്സിലാകും അവൾ പറയുന്ന ഭാഷ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പ്രതിവചിച്ചു, അതെ, എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരത്രേ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇതിന് തൊട്ടുമുമ്പുള്ള രംഗം പിശാചിനെ അവന്റെ താവളത്തിൽ പോയി തോൽപ്പിച്ച് കൊള്ളയടിച്ചവനെ കുറിച്ചാണ് പറയണേ. ആ പിശാചിന്റെ സാമ്രാജ്യത്തെ തകർന്ന് തരിപ്പണമാക്കിയ നീയും ഈശോയും, പിന്നെ നിന്നെ വഹിച്ച സ്ത്രീയും, നിന്നെ വഹിച്ച മറിയവും, നിനക്ക് പാലൂട്ടിയ മറിയവും ഭാഗ്യം ചെയ്തവർ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞൊന്നല്ലേ? ഏത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ? പിശാചനെ അവനെ താവളത്തിൽ പോയി തോൽപ്പിച്ച് കൊള്ളയടിച്ച് അവന്റെ സാമ്രാജ്യത്തെ തകർന്ന് തരിപ്പണമാക്കിയ നീയും, നിന്നെ പ്രസവിച്ച സ്ത്രീയും, നിനക്ക് മുലപ്പാല തന്ന സ്ത്രീയും ഭാഗ്യം ചെയ്തവർ. ഇതുകൊണ്ടാണ് പിശാചിന് താവളത്തിൽ പോയി അവന്റെ തല തകർത്തവനെ ചിത്രീകരിക്കുന്ന രംഗത്ത് മറിയം ഈ സർപ്പത്തിന്റെ തല തകർക്കുന്നതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അവള് ഗർഭത്തിൽ വഹിച്ചവനാണ് സർപ്പത്തിന്റെ തല തകർത്തത്. അപ്പോൾ നീയും നിന്നെ പ്രസവിച്ച സ്ത്രീയും, അതാണ് പോയിന്റ്. ഇത് എന്തുകൊണ്ടാണ് സർപ്പത്തിന്റെ തല തകർത്തവളായിട്ട് മറിയത്തെ ചിത്രീകരിക്കുന്നതിന്റെ ഈ പശ്ചാത്തലം ഇതാണ്. മാത്രമല്ല, ആ രംഗത്തെ കർത്താവ് വേറൊരു കാര്യം കൊണ്ട് പറയുന്നുണ്ട്. എന്നോടുകൂടി ശേഖരിക്കപ്പെടുന്നവര്, എന്നോടുകൂടി ശേഖരിക്കപ്പെടാത്തവര് ചിതറിക്കപ്പെടും, എന്നോടുകൂടി ശേഖരിക്കപ്പെടുന്നവര് സ്വീകരിക്കപ്പെടും. അങ്ങനെ യേശുവിനോട് കൂടെ ശേഖരിക്കപ്പെടുന്നവരിൽ മുൻപന്തിയിലാണ് മറിയം. കാരണം അവൾ രണ്ട് തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഒന്ന്, യേശുവിന്റെ ഭൗമിക കുടുംബത്തിൽ അംഗമാണ്. അവൾ കർത്താവിന്റെ അമ്മയാണ്. ലൂക്കാസ് 1:42-1:48 കർത്താവിന്റെ അമ്മയാണ്. അതായത് ദൈവം മനുഷ്യനായ ആളെ ഗർഭം ധരിച്ച് പ്രസവിച്ചവളാണ് മറിയം. അങ്ങനെ ഒരു ഭാഗ്യം വേറെ ആർക്കും കിട്ടൂല. രണ്ട്, ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരുടെ കൂട്ടത്തിലും മറിയമാണ് മുന്നില്. ലൂക്കാസ് 1:38-45 ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞവള്. തീർന്നില്ല. എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത്രയും വലിയ ഭാഗ്യം ചെയ്ത മറിയത്തെയാണ് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും ബ്രദറൻ അസംബ്ലിക്കാരും കത്തോലിക് സഭ വിട്ടുപോയ സകലരും അവമാനിക്കുന്നത്, ആക്ഷേപം ചൊരിയുന്നത്. അവര് തിരുവചനത്തിനെതിരെ പാപം ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ പറയാം, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നു എന്നാണ്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിന് പ്രചോദിതമായ തിരുവചനത്തെയാണ് അവർ വിഭജിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രംഗത്താണ് ഈ സ്ത്രീ പറയുന്നത്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഉദരവും മുലകളും, അതാണ് അല്ലേ ഉപയോഗിച്ച വാക്ക്. നിന്റെ അമ്മ ഭാഗ്യം ചെയ്തവളാണ് എന്ന് പറയുന്ന ഒരു സെമിറ്റിക് ശൈലിയാണ് ഉദരവും മുലകളും. ഒരു സ്ത്രീയെ അവതരിപ്പിക്കുകയാണ്, ഇല്ലേ?
ഗർഭവും മുലകളും. അത് ഒരു സെമിറ്റിക് ശൈലിയാണ്. സ്ത്രീ എന്ന് പറയുന്നതിന് പകരം പറയുന്ന വാക്കാണ് ഉദരവും മുലകളും. അതായത് നിന്റെ അമ്മ ഈ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ അമ്മയാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേറൊരു സ്ത്രീ ഗർഭം ധരിച്ച് അതിനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ബൈബിൾ പറയുന്ന അമ്മയാകില്ല. നമ്മുടെ ലോകത്ത് ഇപ്പൊ സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ വലിയ ആളുകളിൽ മീഡിയ ഒക്കെ അതൊക്കെ എഴുതിയിടും. അതൊന്നും ദൈവത്തിന് മുമ്പിൽ വില പോകില്ല. മീഡിയയ്ക്ക് കാശ് കിട്ടണം, അതുകൊണ്ട് അവർ അത് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അതൊന്നും ദൈവത്തിന് മുമ്പ് വില പോകില്ല. ഈ ഗർഭം ധരിച്ച് പ്രസവിച്ച് അതിന് മുലയൂട്ടുമ്പോഴാണ് അങ്ങനെയുള്ള അമ്മമാർക്കാണ് ഭാഗ്യം. അത് ആണ് ഈ സെമിറ്റിക് ശൈലി. സെമിറ്റിക് കുടുംബത്തിലെ ഹീബ്രു ഭാഷ വളരെ മൂർത്തമായ പദാവലി ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ നദിയുടെ തീരത്തെ എന്താ പറയാ, നദീതീരം റിവർ ബാങ്ക്, മണൽ നിക്ഷേപിക്കുന്ന അങ്ങനെ നിക്ഷേപിക്കുന്ന ഒരു ഹീബ്രു ഭാഷ അങ്ങനെ പറയില്ല. ഹീബ്രു ഭാഷയിൽ നദിയുടെ മടിത്തട്ടാന്നാണ് പറയാ. നമ്മുടെ മടിത്തട്ട് പോലെ നദിയുടെ മടിത്തട്ട്. മകനെ അമ്മയുടെ ഗർഭഫലം എന്നാണ് പറയാ. നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നതാണ് നമ്മൾ ഈ മരിയസ്തുതിയില് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ചൊല്ലുന്നത്. നിന്റെ ഗർഭഫലം, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ, ഉദരത്തിന്റെ ഫലം, ഗർഭത്തിന്റെ ഫലം പറയൂ. അത് എലിസബത്ത് പറഞ്ഞതാണ്. ലൂക്കാസിനെ സംബന്ധിച്ചിട്ട് 1:42. ഈ അപ്പനെ കുറിച്ച് പറയുമ്പോൾ അപ്പന്റെ നാഭീഫലം എന്നാണ് പറയാ. നാഭി എന്ന് പറഞ്ഞാൽ ശരിക്കും നാഭിക്കും താഴെയാണ്. അപ്പോൾ ജനനേന്ദ്രത്തെ ഉദ്ദേശിക്കുന്നത് നാഭിഫലം, ദ ഫ്രൂട്ട് ഓഫ് ദൈ ലോയൻസ്, അങ്ങനെയാണ് ഹീബ്രു ഭാഷയിൽ പറയുക. നിന്റെ മകൻ എന്ന് പറയില്ല, നിന്റെ നാഭിഫലം. അങ്ങനെ വളരെ വളരെ കോൺക്രീറ്റ് ഭാഷയാണ്. അമ്മ എന്ന വാക്ക് അമൂർത്തമാണ്. ഇപ്പൊ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അമ്മ തൃശ്ശൂരിൽ. അപ്പോ എനിക്ക് പറയാൻ തോന്നി അപ്പൻ എറണാകുളത്ത്. ഏതാണ് ഈ അമ്മ എന്ന് പറഞ്ഞത്? മാതാമൃതാനന്ദമയ്യാണത്രേ. തമിഴ്നാട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ ജയലളിതയായിരുന്നു. അപ്പൊ നമ്മൾ അമ്മ എന്ന വാക്ക് കുറച്ച് അമൂർത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസവിക്കാത്ത സ്ത്രീ 2 കുട്ടികളെ കൊണ്ടുവന്ന് അമ്മയായിട്ട് കൊണ്ട് നടക്കുന്നു. അതും അമ്മയാണ്. അതൊക്കെ അമൂർത്തമായ വാക്ക്, അമൂർത്തമല്ല. എന്നാൽ പെറ്റമ്മ, പ്രസവിച്ച സ്ത്രീ മുലപ്പാൽ കൊടുക്കുന്നു. അപ്പൊ അത് വളരെ ഉദരവും മുലകളും വളരെ മൂർത്തമായ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഭാഷയായി. അപ്പൊ ചിറ്റമ്മയല്ല, പോറ്റമ്മയല്ല, പെറ്റമ്മയും പോറ്റമ്മയുമാണ്. നിന്നെ വഹിച്ച ഗർഭപാത്രം, നിന്നെ പാലൂട്ടിയ മുലകള് എന്ന് പറഞ്ഞാൽ നിന്റെ പെറ്റമ്മയും പോറ്റമ്മയുമായ സ്വന്തം അമ്മ എന്ന മൂർത്തമായ അർത്ഥമായി. അതാണ് ഈ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ ചിലര് പറയും, അതിന്റെ പിന്നാലെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അല്ല, എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവരത്തെ കൂടുതൽ ഭാഗ്യവാന്മാർ. അല്ല എന്ന ചിലത്ത് തർജ്ജമയുണ്ട്. അല്ല എന്നുള്ളത് പോസിറ്റീവായ അർത്ഥത്തിലാണ് അവിടെ. അല്ല, നീ എങ്ങനെ വന്നു ഇവിടെ? അല്ല, ഇതാരത്? നമ്മളങ്ങനെ പറയില്ലേ? ആ ടോൺ കണ്ടോ? നമ്മളൊരു സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നാൽ അല്ല, ഇതെന്താ ഇവിടെ? അല്ല, നീ ഇതെങ്ങനെ ഇവിടെ വന്നേ? അല്ലാന്ന് ആ ടോൺ മനസ്സിലായോ? ആ അർത്ഥത്തിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അല്ലാതെ നിഷേധിച്ചിരിക്കുകയല്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഞാൻ അതേ എന്നാണ് തർജ്ജമ ചെയ്തത്. അവൻ യേശു പ്രതിഭജിച്ചു, അതെ, എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ മേനൂൻ എന്നാണ് ഗ്രീക്ക് വാക്ക്. മേനൂൻ, ആ വാക്കിന് പല അർത്ഥമുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റാദർ എന്നാണ്, ബട്ടെന്നല്ല റാദർ. അല്ലെങ്കിൽ മച്ച് മോർ, അതിനേക്കാൾ. പ്രത്യുത, ഓൺ ദ കോൺട്രറി, തീർച്ചയായും, ഇൻഡീഡ്, തീർച്ചയായും, അതെ, യാ, അതെ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അല്ല എന്ന് തർജ്ജമ ചെയ്താൽ പോലും ഞാൻ പറഞ്ഞ ടോണിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ടോണില്, അല്ലാതെ നെഗറ്റീവ് അല്ല. അതായത് ഈ സ്ത്രീ പറഞ്ഞത് ഖണ്ഡിക്കുകയല്ല ഈശോ മിശിഹ. ആ സ്ത്രീ പറഞ്ഞത് അംഗീകരിക്കുകയാണ്. അതേസമയം യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നുള്ള ആ ഭാഗ്യത്തെക്കാൾ വലിയൊരു ഭാഗ്യമുണ്ട് മറിയത്തിന്. എന്താണത്? ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുക. അത് ചെയ്തവളാണ് മറിയം. കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 1:48 ലൂക്കാസിന്റെ സുവിശേഷം. മറിയം തന്നെ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അപ്പോൾ ഈ കൂടുതൽ മേന്മയുള്ള ഒരു ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അല്ലെങ്കിൽ അല്ല, ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. ആ കൂടുതൽ ഭാഗ്യം ചെയ്തതും മറിയം തന്നെയാണ്. ഇതാണ് യേശു പറയുന്നത്.
ദൈവപുത്രന് ശാരീരികമായി ഗർഭം ധരിച്ച് പ്രസവിക്കുകയും മുലപ്പാൽ കൊടുക്കുകയും ചെയ്ത മറിയം ഭാഗ്യവതിയാണ്. അത് ആദ്യത്തെ ഭാഗ്യം. കർത്താവ് അരുളി ചെയ്ത കാര്യം നിർവൃത്തിയാകുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ്. ലൂക്ക 1:45 48 1:45. അത് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ആദ്യത്തെ ഭാഗ്യവും ഏറ്റവും വലിയ ഭാഗ്യവും സിദ്ധിച്ച ഒരു പെണ്ണാണ്, ഒരു അമ്മയാണ് മറിയം. അപ്പോൾ നമ്മൾ ഈ സുവിശേഷ പാഠത്തെ ലൂക്കാസിന്റെ സുവിശേഷം 11:27-28 ആസ്പദമാക്കിയിട്ടാണ് ഈ കവിതകൾ രണ്ടും. മിശിഹായെ മറിയം മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകലം ജഗത് പോഷകനേകി. അതായത് മറിയം ഈ ജഗന്നാഥനായ വിശുംഭരനായ ഈശോയെ മിശിഹായെ മുട്ടിന്മേൽ നേന്തുകയും അവളുടെ കളങ്കമില്ലാത്ത മുലപ്പാല് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് പോറ്റുകയും ചെയ്തു. അതിനാൽ ഈ അവനെ ഗർഭം ധരിച്ചപ്പോഴും ഗർഭത്തിൽ കൊണ്ടു നടന്നപ്പോഴും വിസ്മയം കൊണ്ട് നിറഞ്ഞ മറിയം മേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയുന്നവനെ, മഴ കൊണ്ട് ഭൂമിയെ നനയ്ക്കുന്നവനെ കന്യക തന്റെ മുലപ്പാൽ ചുരത്തി മുലപ്പാൽ തുള്ളികൾ നൽകി പോഷിപ്പിച്ചു. ഇത് ലൂക്കാസിന്റെ സുവിശേഷം 11-ാം 27-28 വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ലിറ്റർജിയിൽ ഈ കവിത കയറിയിരിക്കുന്നത്. എത്രയോ ബൈബിളിൽ അടിസ്ഥാനമിട്ടതാണ് ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി. ഇതാണ് ഈ സഭാപിതാക്കന്മാരുടെ മെച്ചം. അവര് വേദത്താളുകൾ ഇങ്ങനെ എന്താ പറയാം, അങ്ങനെ കുഴഞ്ഞ്, അതായത് അവര് അതിന്റെ ഉള്ളിലാണ്, ഈ തിരുവചനത്തിനുള്ളിലാണ്, വേദത്താളുകളുടെ ഉള്ളിലാണ്. അത് വചനം ഇങ്ങനെ ഊറ്റിപ്പിടിച്ചിട്ടാണ് അവരുടെ സാഹിത്യം മുഴുവൻ. അതുകൊണ്ട് തന്നെ അവരുടെ എഴുതി വെച്ചിരിക്കുന്ന കവിതകളൊക്കെ, അതാട്ടെ ലിറ്ററേച്ചർ വന്നിരിക്കുന്നത്, ആ കവിതകളൊക്കെ ഈ വചനം ഇറ്റിട്ട് നിൽക്കുന്ന, അത്രയും മനോഹരമായി മുലപ്പാൽ ഇറ്റിട്ട് വീഴുന്നത് പോലെ ഈ വചനം ഇറ്റിട്ട് വീഴ് നിൽക്കുന്ന കവിതകളാണ്. ആ കവിതകളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി പങ്കുചേർന്ന് ഈ ശിവനായ തിരുനാളിന് ഒരുങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ജാഗരണം കൂടി നമ്മൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.